മൈൽസ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞ ചാനലിന് ശരിക്കും 1 million അബോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ശരിക്കും സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ ഒരു ഫാക്ടർ ആണ് ഒരു വീഡിയോ റീച്ച് ആയി പോകാന്നുള്ളത്. സബ്സ്ക്രൈബേഴ്സ് ഒരു മാറ്ററേ അല്ല. ഇപ്പൊ വൈറലായിട്ട് നിൽക്കുന്ന ആരാന്ന് പറയാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഇന്റർവ്യൂലെ ലേറ്റസ്റ്റ് വീഡിയോ എടുത്ത് നോക്കിയാൽ അവസ്ഥ. സെലിബ്രിറ്റീസ് ഇപ്പൊ ഒരു അമ്പലത്തിൽ പോകുന്നോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു സിനിമ കാണാൻ പോകുമ്പോഴോ അതിന്റെ മാർക്കറ്റിംഗ് ടീമോ അല്ലെങ്കിൽ ആ സിനിമയുടെ PR ടീമോ വിളിച്ചിട്ട് പറയും, എടാ ഇന്ന ആള് ഇന്ന തിയേറ്ററിൽ വരുന്നുണ്ട്, ഇന്ന അടുത്ത് വരുന്നുണ്ട്, വന്നേക്ക് എന്ന് പറയും. ഒട്ടും പ്രതീക്ഷിക്കാതെ പോയ സാധനമാണ് ഈ നിഖില വിമലിന്റെ ഈ ചോദ്യവും സാധനവും. കാരണം നമ്മള് എനിക്ക് നെഗറ്റീവ് എന്ന സംഭവമാണ്. മുന്താരനാണെങ്കിൽ എഡിറ്റിംഗ് എനിക്ക് എന്തെങ്കിലും ചെയ്യായിരുന്നു, എനിക്ക് എന്റെ ഫേസെങ്കിലും കാണിക്കാതിരിക്കായിരുന്നു. ഓക്കെ, ആ ഒരു വൈറൽ വീഡിയോക്ക് ശേഷം മനസ്സിലാക്കാൻ പറ്റുമോ ഒരു വൈറൽ വീഡിയോന്റെ ഇൻഗ്രീഡിയൻസ് ഇന്ന ഏതൊക്കെയാണ് എന്നൊക്കെ? ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു കരിക്കിന്റെ എന്തെങ്കിലും ഭയങ്കര ഇൻസ്പിറേഷൻ. ആ ഒരു മോഡലിൽ നമുക്ക് വെബ് സീരീസ് ഒക്കെ പ്രതീക്ഷിക്കാൻ പറ്റും. തീർച്ചയായിട്ടും പ്ലേ ചെയ്ത് പോവുക, അല്ലാതെ മൊത്തം നോൺ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തതാണ്. എന്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ മെറ്റ ഇനി റീൽസിന് റവന്യൂ കൊടുക്കുന്നതിനെക്കാട്ടും ട്രെഡ്സിലെ റീൽസിന് റവന്യൂ കൊടുക്കാനാണ് ചാൻസ് കുറഞ്ഞത്. 4ാം ക്ലാസ് വരെ ചിക്കറ്റുകാരെ നിന്നിട്ടുണ്ട്. പറഞ്ഞ കണ്ണൂരിൽ അവിടെ റേഞ്ച് വളരെ പ്രോബ്ലം ആയിരുന്നു. ഒരു വൈഫൈ കണക്ഷൻ കിട്ടത്തില്ല. കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോകുന്നുണ്ട് കേബിൾ ഇത്രയും നീട്ടുന്ന ഇത്രയും പൈസ കൊടുക്കുന്ന സെറ്റപ്പ് ഒക്കെ ആയിരുന്നു. പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ആ ഒരു എമൗണ്ട് സ്വന്തമായിട്ട് വീട് മേടിച്ചെന്നാണ് പറയാം. ഈ ഗെയിമിംഗിന്റെ അവസ്ഥ എന്താ? ഗെയിം പ്ലേ അപ്ലോഡ് ചെയ്യുന്ന എന്നെ സംബന്ധിച്ച് ഇപ്പം ഗെയിമിന്റെ ഒരു ഡൗൺഫോൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഹായ് ഓൾ, വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് വൈസ് ഓഫ് പോഡ്കാസ്റ്റ്. വർഷങ്ങൾക്ക് മുൻപ് ചെറിയ പ്രായത്തിൽ തന്റെ ഫ്രണ്ട്സിന് CD റൈറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കി തുടങ്ങി. തന്റെ കരിയറിലെ ഫസ്റ്റ് ബ്രേക്ക് ത്രൂ ഉണ്ടായ സമയത്ത് പാരന്റ്സിന് സ്വന്തമായിട്ട് ഒരു വീട് വാങ്ങിച്ചു കൊടുത്തു. ഇന്ന് മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഉള്ള 10ഓളം യൂട്യൂബ് ചാനലുകളുടെ ഉടമയാണ്. മലയാളം എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലെ വൺ ഓഫ് ദി ടോപ്പ് പ്ലെയർ. ഇതെല്ലാം വെറും 26 വയസ്സിനുള്ളിൽ. യെസ്, ടുഡേ വി ഹാവ് ഷാൽബിൻ ബിനേന ഓഫ് മൈൽസ്റ്റോൺ മേക്കേഴ്സ് വിത്ത് us. സോ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക്, ഫേസ്ബുക്ക് തുടങ്ങി ഡിജിറ്റൽ മേഖലയിലെ കംപ്ലീറ്റ് പ്ലാറ്റ്ഫോമുകളെ കുറിച്ചും നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് മുതൽ അതിന്റെ തംബ്നെയിൽ ആൻഡ് ടൈറ്റിൽ സ്ട്രാറ്റജി, വ്യൂവർ റിറ്റൻഷൻഷിപ്പ്, ആഡ് സെൻസ്, സ്കോപ്പ് ഓഫ് AI, പിന്നെ മറ്റു മണി മേക്കിംഗ് പാർട്സ് തുടങ്ങി ഒരു വൈറൽ വീഡിയോയുടെ സീക്രട്ട് റെസിപ്പിയെ കുറിച്ച് വരെ നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കും. സോ ഓൾ ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ ബിസിനസ് ഓഫ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്, വാച്ച് ദ വീഡിയോ ടിൽ എൻഡ്. കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഈ ഒരു ജേർണി എങ്ങനെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? ഇപ്പോ ഉള്ള ഒരു പൊസിഷനിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. പക്ഷെ അത് ഒരിക്കലും ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിന്ന് പൈസ കിട്ടുന്നത് പ്രതീക്ഷിച്ച് തുടങ്ങിയ സംഭവമല്ല. നമ്മളൊരു ആദ്യം ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കി. അപ്പൊ അതിൽ നമ്മള് ഒരു ദിവസം ഇത്രയും ഫ്രണ്ട്സ് വരുമ്പോൾ നമുക്കത് എന്താ പറയുക, ഒരു കളക്ഷൻ പോലെ ഇത്രയും ഫ്രണ്ട്സ് ആയി അത് നമുക്ക് ഒരു ക്രെഡിറ്റ് ആണ്. ഒരു 300 ഫ്രണ്ട്സ് ആയി, 1000 ഫ്രണ്ട്സ് ആയി. അപ്പൊ അത് ഒരു ഇതായപ്പോ എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ അക്കൗണ്ട് അല്ല, ഫേസ്ബുക്ക് പേജ് എന്ന സംഭവമുണ്ട്. അക്കൗണ്ടിൽ 5000 ഫ്രണ്ട്സേ മാക്സിമം പറ്റുള്ളൂ. പേജ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. അപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞു, അപ്പം ഓക്കെ പേജ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു? അവൻ പറഞ്ഞു ഫേസ്ബുക്ക് പേജ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, അവനും സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ തമ്മിലൊരു ജസ്റ്റ് ഇങ്ങനെ എല്ലാം അയച്ചു കൊടുത്ത് ഈ പേജ് ലൈക്ക് ചെയ്യോ എന്ന് ചോദിച്ചാൽ അങ്ങനെ തുടങ്ങി. പിന്നെ അതിന്റെ വേറൊക്കെ സ്ട്രീംസിലോട്ട് പോയി. അവനത് വിട്ടു. അവൻ ജസ്റ്റ് അതിന്റെ അവൻ പഠിത്തമായിട്ട് പോയി. അന്ന് ആ പേജിന്റെ പേര് കള്ള നീ പോസ്റ്റ് അടിച്ചു മാറ്റിയ പേജിന്റെ പേര്. ഇത് 8ൽ പഠിക്കുമ്പോഴാണ്. 8 പഠിക്കുമ്പോ ഒരു 9ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോഴേക്ക് അതൊരു 1 lakh ഞാൻ 1 lakh ലൈക്സ് എത്തിച്ചു ആ പേജിന്. ഈ ഗ്രൂപ്പ്സും ഇതൊക്കെ വെച്ചിട്ട് പിന്നെ വേറെ പേജില് നമ്മള് ഫോട്ടോസ് ഇട്ടിട്ട് അതിന്റെ മുകളിൽ ക്യാപ്ഷൻ ഉണ്ട്, ലൈക്ക് ദിസ് പേജ് എന്ന് പറഞ്ഞിട്ട് ഈ പേജിന്റെ വീഡിയോ. വേറെ പേജിൽ റീച്ച് ഓൺ പേജിൽ നമ്മൾ അവരോട് ആ പേജിന്റെ അഡ്മിനോട് കമ്പനി അടിച്ച് അതിലൊരു എഡിറ്റർ പോസ്റ്റ് കയറി. ആ സമയത്ത് ഫോൺ ത്രൂ ആണോ? ഫോൺ ത്രൂ. അന്ന് ആൻഡ്രോയിഡ് മൊബൈൽ പോലും ഇല്ല, ജാവ മൊബൈൽ. എനിക്ക് തോന്നുന്നു മറ്റേ സാംസങ് ജാമ്പ് അതിലാണ് ചെയ്തത്. അപ്പൊ അതിലൊരു ആൻഡ്രോയിഡ് മൊബൈൽ അല്ല, ജാവ മൊബൈലിൽ. അപ്പൊ ഇങ്ങനെ ഫോട്ടോസ് ഇട്ട് അവിടെ നമുക്ക് ഈ ഒരു കണ്ടന്റ് നമുക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ പോലും ഒന്നില്ലായിരുന്നു. അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്യണം, ലൈക്ക് ദിസ് പേജ് ഓരോ പ്രാവശ്യം ടൈപ്പ് ചെയ്ത് അങ്ങനെ ആ ഒരു പേജ് 1 lakh ലൈക്സ് എത്തിച്ചു. 10 ഒക്കെ തുടങ്ങിയ സമയത്താണെന്ന് തോന്നുന്നു ഒരാളെ എനിക്ക് പേജിൽ മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു, ഈ പേജ് റൺ ഔട്ട് ചെയ്യോ, ഇത്രയും പോസ്റ്റ് ഡെയിലി ഇടും, മന്ത്ലി ഇത്രയും പോസ്റ്റ് ഇടും, അപ്പൊ മന്ത്ലി ഇത്രയും റെന്റ് തരാം, 2000 രൂപ 3000 രൂപ റെന്റ് തരാം. അന്ന് 10ൽ പഠിക്കുന്ന ആൾക്ക് 2000 രൂപ 3000 രൂപ മാസം കിട്ടാന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. അവര് ഒരു പോസ്റ്റ് എന്തെങ്കിലും ഒരു ഇതിട്ടിട്ട് അതിന്റെ മുകളില് പിന്നെ ലിങ്ക് കൊടുക്കും. നമുക്കൊരു ബുദ്ധിമുട്ടില്ല, നമ്മൾ ബാക്കി കാര്യങ്ങൾ പോകുന്നു. അതിനിടയ്ക്ക് ഇയാളുടെ ഒരു 5-6 പോസ്റ്റ് പോകുന്നു. നമുക്കൊരു മാസം ഒരു 5000 3000 രൂപ 4000 രൂപ കിട്ടുന്നു. പിന്നെയാണ് ഞാൻ ഇത് ഈ ഒരു ക്യാപ്ഷനിൽ ലിങ്ക് കയറിയപ്പം ലിങ്കിൽ ഫുള്ളി ഹെൽത്ത് വൈസ് ആയിട്ടുള്ള ടോപ്പിക്കിലുള്ള ഒരു വെബ്സൈറ്റ് ആയിരിക്കും. അത് ഹെൽത്ത് വൈസ് ഉള്ള വെബ്സൈറ്റ് ആവാൻ കാരണം
അന്ന് ആഡ്സൻസ് ഈ റവന്യൂ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ഹെൽത്ത് ഇൻഷുറൻസ് ആ ടോപ്പിക്സിലാണ്. അപ്പൊ അവര് അതിലൂടെ ട്രാഫിക് കൂടുതൽ കയറ്റുക, എങ്ങനെയും ആൾക്കാർ ട്രാഫിക് കയറ്റുക. അല്ലെ പേജ് വന്ന പോസ്റ്റ് വേറെ ആയിരിക്കും, മിസ്ലീഡിങ് ആയിരിക്കും. പക്ഷെ ഇതിലോട്ട് വരുന്ന വെബ്സൈറ്റിന്റെ കണ്ടന്റ് ഇതായിരിക്കും. അപ്പൊ അത് റവന്യൂ ഭയങ്കര കൂടുതലായിരിക്കും, ആഡ്സൻസ് റവന്യൂ. അപ്പൊ ഞാൻ എന്റെ വേറൊരു ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ ഞങ്ങളൊരു ക്യാഷ് ടോക്ക് ആയപ്പോഴും അവരുടെ പറഞ്ഞു ഇങ്ങനെയാണ് ഇതിന്റെ സംഭവം, ആഡ്സൻസ് സംഭവമാണ് ഇതിനകത്ത് ചെയ്യുന്നത്, അതിൽ നിന്നാണ് റവന്യൂ കിട്ടുന്നത്. അന്നാണ് ഞാൻ ആദ്യത്തെ ആഡ്സൻസ് എന്താന്ന് കേൾക്കുന്നത്. പിന്നെ ജിത്തുന്ന ഒരു പ്രോ ഉണ്ട്, പുള്ളിയാണ് എനിക്ക് ആഡ്സൻസ് സാധനം എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞിരുന്നത്. അപ്പൊ എനിക്ക് ആഡ്സൻസ് എങ്ങനെയും വേണം, അതിലെന്താ ചെയ്യേണ്ടത് സംഭവം എന്നും. അങ്ങനെ ഞാനത് ഇങ്ങനെയൊക്കെ റിസർച്ച് ചെയ്ത് ആഡ്സൻസ് ഒരെണ്ണം റെഡിയാക്കി. പിന്നെ അത് സ്വന്തം ചെയ്യാൻ തുടങ്ങി. അപ്പോ ഓൺ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തോ? ഇല്ല, അന്ന് ഒന്നും വേണ്ട. ഇന്ന് ജിമെയിൽ ഉണ്ടാക്കുന്നതിനെക്കാട്ട് എളുപ്പമായി നമ്മൊരു ബ്ലോഗ് സ്പോട്ട് വെബ്സൈറ്റ്, ഒരു ബ്ലോഗ് തുടങ്ങാൻ. അപ്പൊ അതില് നമ്മൾ ചെയ്ത് അന്നൊന്നും പറഞ്ഞാൽ വേറെ ഒരു ഇത് ഫുൾ കോഡിങ് വെച്ചുള്ള ആഡായിരുന്നു. അപ്പൊ നമുക്ക് തന്നെ സ്ക്രിപ്റ്റ് ചെയ്യാം കോഡിങ്, എന്നിട്ട് അത് ആ രീതിയിൽ ബാനറായിട്ട് വന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇതൊക്കെ ചെയ്യാന്ന് വെച്ചാൽ ഒരു ഇത് തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെ അത് ചെയ്ത് നമ്മൾ അതും ഈ ജാവ ഫോണിൽ തന്നെയാണ് ഇതൊക്കെ ചെയ്തത്. ഫോണിലാണ് ബ്ലോഗ് സ്പോട്ടും ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ചുകൂടെ എന്തെങ്കിലും അഡ്വാൻസ് ചെയ്യുമ്പോൾ എന്റെ താഴത്തെ വീട്ടിൽ, ഞാൻ പാല് മേടിക്കാൻ പോകുന്ന വീട്ടിൽ അവിടെ കമ്പ്യൂട്ടർ ഉണ്ട്. അപ്പൊ ചേച്ചി പാല് കറക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് ചേച്ചി കമ്പ്യൂട്ടർ ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് അവിടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അങ്ങനെയാണ് ഈ ഒരു വെബ്സൈറ്റ് ഇത് കാര്യങ്ങൾ. 10 ഈ താഴത്തെ വീട്ടിൽ പോയത് അതൊക്കെ ഈ ജിമെയിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, 10 പഠിക്കുന്ന സമയത്ത് എനിക്കൊന്നും ഇല്ല, മൊബൈൽ തന്നെയാണ് എല്ലാം. അപ്പൊ ഒരു 10 പഠിച്ച് ഒരു 10 കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ അത്യാവശ്യം ഈ നമ്മുടെ ഈ പേജിൽ നിന്ന് ഇതൊക്കെ ചെയ്ത് ഇതിന്റെ ഒരു സ്ട്രീം ആയപ്പോഴത്തേക്ക് നമുക്കൊരു പെർ മന്ത് ഒരു 30,000-40,000 പഠിക്കുമ്പോൾ അത് വലിയൊരു എമൗണ്ട് ആണ്. അപ്പൊ ഞാൻ +1 ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് സ്വന്തമായിട്ട് ബൈക്ക് മേടിച്ചു. അത് ഞാനൊരു ചെയിൻ ആക്കി. കാരണം വെച്ചാൽ കുറെ ബ്ലോഗ് ഉണ്ടാക്കിയിട്ട് എന്റെ ഫ്രണ്ട്സിനൊക്കെ ഓരോ പേജും ഗ്രൂപ്പും കൊടുത്തിട്ട്, ഫേസ്ബുക്ക് ഗ്രൂപ്പ് കൊണ്ട് അവരെ കൊണ്ട് ഷെയർ ചെയ്യിപ്പിക്കുക. അപ്പൊ അവര് ട്രാഫിക് കൂട്ടുക, അവർക്കൊരു 30-40% ഷെയർ കൊടുക്കുക, ബാക്കി ഞാൻ സ്റ്റോക്ക് ചെയ്യുക. ആ രീതിയിൽ പാർട്ണർഷിപ്പ് ഉണ്ടാക്കി. അപ്പൊ എനിക്കൊരു 10 പേരോളം 12 പേരോളം ഉണ്ടായിരുന്നു ചെയിൻ. എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഫ്രണ്ട്സ് തന്നെ ചെറുപ്പത്തിൽ ഒരു ചെയിൻ ഉണ്ടാക്കി. അപ്പൊ അതായിരുന്നു ഒരു ടേണിംഗ് പോയിന്റ്. ഈ ബ്രേക്ക് ത്രൂ വരുന്നത് ഇതിൽ നിന്നാണോ? എന്റെ അപ്പൻ എന്ന് പറഞ്ഞാൽ പപ്പ പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു. പെട്ടെന്ന് ഇത് റിട്ടയർ ചെയ്യേണ്ടി വന്നു. അപ്പം അപ്പന് ഇപ്പോഴും പെൻഷനൊന്നും ഇല്ലാതെ. അപ്പൊ പെട്ടെന്ന് ഒരു ഭയങ്കര ഒരു ദാരിദ്ര്യം പിടിച്ച ഫാമിലിയില് ഒരു 5,000 രൂപയെങ്കിലും മന്ത്ലി കൊണ്ടുവരുന്നത്, 10,000-30,000 രൂപ കൊണ്ടുവരുന്നത് ഭയങ്കര സംഭവം തന്നെയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചത് ബ്രേക്ക് ത്രൂ ആണെന്ന് പറയാം. അല്ല, ഇത് ഒരു മൊമെന്റിൽ ഓക്കെ ഇതിനൊരു ബിസിനസ് പൊട്ടൻഷ്യൽ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയത് ഏത് മൊമെന്റിലാണ്? ഇപ്പൊ ഇന്ന് നമ്മളൊരു 10,000 രൂപ റവന്യൂ ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഒരിക്കലും ഒരു 5,000 രൂപയിലോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതാണ് നമ്മള് മനസ്സിലാക്കുന്നത്. അപ്പം ഇതിന് നമുക്ക് എങ്ങനെ കേട്ടോ, അപ്പൊ ജോലിയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഇതിന് താഴോട്ട് പോകാൻ പാടില്ല, ഇന്ന് മുകളിലോട്ട് പോകാനേ പാടുള്ളൂ. +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ എനിക്ക് 4 ആഡ്സൻസ് അക്കൗണ്ട് ഉണ്ടായിരുന്നു. ആ 4 ആഡ്സൻസ് അക്കൗണ്ടിൽ ഈ ചെയിൻ ഒക്കെ ഉണ്ടാക്കി. അപ്പം +2 എനിക്ക് ഇപ്പോഴും ഒരു ടൂർ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ആഡ്സൻസ് അക്കൗണ്ട് മൊത്തം ഡിസേബിൾ ആയി. ഗൈഡൻസിൽ എന്തൊക്കെയോ കാരണത്താൽ മൊത്തം ഡിസേബിൾ ആയി. അപ്പൊ എന്ത് ചെയ്യണോ ഒന്നും അറിയത്തില്ല. ആഡ്സൻസ് അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യമല്ല, ഇനിയൊന്നും ഇല്ല. ഈ സെയിം സംഭവം എനിക്ക് നടന്നത്. ഞാൻ ഡിസംബർ 31 രാത്രി നോക്കിയപ്പോ $200 സംതിങ്. ഇത് കുറെ കൊല്ലം മുന്നേ $200 പിന്നെ ചെയ്തത്. അപ്പൊ പിറ്റേന്ന് ജാനുവരി ന്യൂ ഇയർ ആണ്. അടിപൊളി, നാളത്തെ $300. പിറ്റേന്ന് ന്യൂ ഇയർ ഒരു 8 മണിക്കാണ് എണീറ്റ് നോക്കുമ്പോഴത്തേക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല. ആഡ്സൻസിന്റെ കേസിൽ എന്ന് വെച്ചാൽ ഗ്യാരണ്ടി ആയത്. അന്നെന്ന് പറയുമ്പോ ഭയങ്കര ഫേക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. ഇന്നെന്ന് എല്ലാവരും ഒരു സ്ട്രെയിറ്റ് രീതിയിലാണ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ആഡ്സൻസ്. ഇപ്പൊ യൂട്യൂബിൽ നിന്ന് വീഡിയോസ് ഇടുന്നു, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് പ്രോപ്പറായിട്ട് പിന്നെ ട്രാഫിക് കൊണ്ടുവരുന്നു. അന്ന് ഫേസ്ബുക്കിന് ഒരുപാട് ഒരു ലൂപ്പ് ഹോൾസ് ഉണ്ടായിരുന്നു, ട്രിക്സ് ഉണ്ടായിരുന്നു. നമുക്ക് ഒരു ലിങ്ക് ഇട്ടിട്ട് ആ ഒരു ലിങ്കിന്റെ തംബ്നെയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം, ടൈറ്റിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇന്ന് അങ്ങനെയൊന്നും പറ്റൂല. നമ്മൾ എന്താണോ വെബ്സൈറ്റിലുള്ള ആ ടൈറ്റിലും തംബ്നെയിലും മാത്രമേ ഫേസ്ബുക്കിൽ കാണിക്കുള്ളൂ. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെയാണ് നമ്മളെ ഫേസ്ബുക്ക് പ്ലസ് ടിക്ടോക്ക് വരുന്നത് അല്ലെ? അപ്പൊ അതിലാണ് വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഒക്കെ ശരിക്കും ഈ ഒരു +2 ആയ സമയത്ത് ഈ ആഡ്സൻസ് ഡിസേബിൾ ആയി
അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ ഞാൻ കോളേജിലോട്ട് മംഗലാപുരത്ത് പഠിക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് ലിറ്ററലി എന്തായാലും ഒന്നുമില്ല. അന്നെന്ന് പറഞ്ഞാൽ നമുക്കൊരു 10,000 രൂപ അന്ന് തന്നെ നമ്മളൊരു ആ മാസം എങ്ങനെയെങ്കിലും സ്പെൻഡ് ആക്കും. ഫുഡ് അടിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിനായിട്ട് പോവുക, അങ്ങോട്ട് എന്തെങ്കിലും ഒരു സേവിങ്സും ഇല്ല. കോളേജിലോട്ട് പോകുന്ന സമയത്ത് എനിക്ക് റൂം റെന്റ് ഔട്ട് എടുക്കാൻ പോലും പൈസ ഇല്ല. അപ്പൊ ഞാൻ കാറ്ററിംഗ് എടുത്ത് പൈസ എടുത്ത് കോളേജിൽ എങ്ങനെയെങ്കിലും ഒക്കെ പോകുന്നു. അമ്മേന്റെ മാല പണയം, ലിറ്ററലി അമ്മേന്റെ മാല പണയം വെച്ച് കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നു. ഇപ്പോഴും എനിക്ക് ഓർമ്മയാണ് 30,000 രൂപയായിരുന്നു ഫസ്റ്റ് ഇയറിലെ ഫീസ്. അപ്പൊ തന്നെയാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റന്റ് ആർട്ടിക്കിൾസ് എന്നൊരു സാധനം പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈക്ക് ആഡ്സൻസിന്റെ വേറൊരു രീതിയിൽ ഫേസ്ബുക്ക് വെബ്സൈറ്റിൽ ആഡ് പ്ലേസ് ചെയ്യുന്ന സാധനമാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റന്റ് ആർട്ടിക്കിൾസ് ആയിട്ട്. അപ്പൊ അത് നമ്മൾ അറിഞ്ഞു, അതിലോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അത് പിന്നെ കുറച്ചുകൂടെ ആഡ്സൻസിനാണ് കുറച്ചുകൂടെ റവന്യൂ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അത് ഭയങ്കര ഒരു നല്ല നമുക്ക് ഇതേപോലെ 30,000-40,000 രൂപ മന്ത്ലി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുപോയി. ഞാൻ സെക്കൻഡ് ഇയർ ഒക്കെ പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു ഫേസ്ബുക്ക് ഇൻസ്ട്രീം ആഡ്സ് എന്നൊരു വീഡിയോസിൽ ആഡ് കൊണ്ടുവരുന്നത് സംഭവം കൊണ്ടുവന്നത്. അവിടെയാണ് ഒരു ശരിക്കും ട്രെയിനിങ് പോയിന്റ് സംഭവം പറയാം. അപ്പം ഇൻസ്ട്രീം ആഡ്സ് എന്നിട്ടുള്ളൊരു സാധനം പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് വീഡിയോ ഇട്ടാലും പേജിന് മോണിറ്റൈസേഷൻ കിട്ടാനൊക്കെ എളുപ്പമായിരുന്നു. അന്ന് 8ാം ക്ലാസ് തൊട്ട് പേജ് തുടങ്ങിയതുകൊണ്ട് നമുക്ക് ഒരുപാട് പേജ് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ, ലൈക്ക് ആക്കാനും നമുക്ക് വലിയ പ്രയാസമില്ലാത്ത കാലമായിരുന്നു. അതിലുള്ള അന്ന് ക്രിയേറ്റ് ചെയ്ത പേജസ് ഒക്കെ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടോ? അന്ന് ക്രിയേറ്റ് ചെയ്ത വൺ ഓഫ് ദ പേജാണ് ഈ ഷാജിപ്പാപ്പൻ. അത് ഡെവലപ്പ് ചെയ്തിട്ടാണ് ലാസ്റ്റ് ഷാജിപ്പാപ്പൻ. ഈ ഷാജിപ്പാപ്പൻ എന്നൊരു പേജ് നമ്മളത് പേര് അന്ന് ഞാൻ ചുമ്മാ കൊടുത്തൊരു പേരാണ്. അതിനൊരു ക്യാപ്റ്റൻ രീതിയിൽ ഒരു പേര് കൊടുത്ത് അതിൽ നമ്മൾ ഈ ടിക്ടോക്കില് വീഡിയോസ്, ലൈക്ക് അന്ന് ടിക്ടോക്ക് ഭയങ്കര ബൂമായിട്ട് നിൽക്കുന്ന സമയമാണ്. ആ ക്രിയേറ്റേഴ്സ് ഒക്കെ അവരുടെ വീഡിയോസ് 30 സെക്കൻഡ് 60 സെക്കൻഡ് വീഡിയോസ് ഇടുന്നു. അപ്പൊ ആ ഒരു വീഡിയോസ് നമ്മൾ ഇതിലോട്ട് എടുത്തിട്ട് അതൊരു 3 മിനിറ്റ് വീഡിയോ ആയിട്ട് കമ്പൈൻ ചെയ്യും. ഫേസ്ബുക്കിൽ അന്ന് 3 മിനിറ്റ് വേണം ഇൻസ്ട്രീം ആഡ് ഓൺ ആവാൻ. അപ്പൊ ഈ 60 സെക്കൻഡ് 30 സെക്കൻഡ് ആഡ് വീഡിയോസ് മൊത്തം നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് 3 മിനിറ്റ് വീഡിയോ ആക്കിയിട്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യും. അപ്പൊ അതിങ്ങനെ ഇട്ടിട്ട് എന്റെ ഒരു വേറെ ഫ്രണ്ടും ഉണ്ടായിരുന്നു, അവനും അപ്ലോഡ് ചെയ്യും, ഞാനും അപ്ലോഡ് ചെയ്യും. അപ്പൊ അത് നമ്മൾ മാത്രമാണ് ചെയ്ത് തുടങ്ങിയ സംഭവം. അപ്പൊ ഈ ടിക്ടോക്കിലെ ക്രിയേറ്റേഴ്സ് ഒന്നും ഫേസ്ബുക്കിൽ വന്നിട്ട് നമ്മളെ കണ്ടന്റ് ആണല്ലോ, അവർക്ക് സന്തോഷം ഫീച്ചർ ചെയ്യുന്ന അവർക്ക് നമുക്ക് ഭയങ്കര. ഇന്നത്തെ ഒരുപാട് ക്രിയേറ്റേഴ്സ്, ഇന്ന് ഞാൻ ഒരുപാട് ക്രിയേറ്റേഴ്സ് ആയിട്ട് ബന്ധം കൊടുക്കുന്നുണ്ടെങ്കിൽ അവര് എന്നെ ഭയങ്കര സ്നേഹത്തോടെ, അല്ലെങ്കിൽ ഇത് ഷാജിപ്പാപ്പൻ ഞങ്ങൾ ആദ്യമായിട്ട് ഫീച്ചർ ചെയ്ത് സ്നേഹത്തില് ഒരുപാട് പേരുണ്ട്. ഇന്നത്തെ ഒരുപാട് വലിയ ക്രിയേറ്റേഴ്സ് ഈ വീഡിയോ ഒന്ന് ഇടുവോ എന്ന് ചോദിച്ചു വന്നവര് വരെയുണ്ട്. കാരണം അവർക്ക് അത് അവരെന്താ പറയണ്ട, ആൾക്കാർ കാണുക, അവരൊരു ക്രേസ് കൂടുകയാണല്ലോ അവരുടെ. ഈ ടിക്ടോക്ക് ആണല്ലോ ആദ്യമായിട്ട് നമ്മുടെ ഒരു സാധനം വീഡിയോ ആക്കി പുറത്തുവിടുന്നൊരു സാധനം വരുന്നത്. അന്ന് യൂട്യൂബ് പോലും ഇങ്ങനെ വരുന്നേ ഉള്ളത്. ഈ കാർത്തിക് സൂര്യ അല്ലെങ്കിൽ ഫസ്റ്റ് ലെയർ വന്ന് തുടങ്ങുന്നേ ഉള്ളത്. അപ്പം അതിനെക്കാട്ടും പെട്ടെന്ന് അന്ന് യൂട്യൂബ് ഷോർട്സോ ഇൻസ്റ്റാഗ്രാം റീൽസോ ഒന്നും ഇല്ല. അപ്പൊ ടിക്ടോക്കിൽ എന്തെങ്കിലും കാണിച്ചൊരു മ്യൂസിക്കിനുണ്ടെങ്കിൽ അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുത്ത് എന്തെങ്കിലും ചെയ്ത് അതൊരു സാധനം. അപ്പൊ അവിടെ ഒരിക്കലും അവർ റവന്യൂ ജനറേഷൻ നോക്കിയിട്ടില്ല, ആരും നമ്മളോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല. അവർക്കൊക്കെ സന്തോഷമായിരുന്നു. അങ്ങനെ ഇതിലിട്ട് നമ്മള് ഫീച്ചർ ചെയ്ത് വീഡിയോസ് ചെയ്ത്. അപ്പൊ ഇതിലാണ് ഏറ്റവും വലിയ ബ്രേക്ക് ത്രൂ ഉണ്ടായെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ, വീട്ടിൽ നിന്ന് വർക്ക് ചെയ്ത് അപ്പോഴും ഫോണിൽ തന്നെയാണ്? അപ്പൊ ഞാൻ കോളേജിലാണ്. അപ്പൊ ആൻഡ്രോയിഡ് ഒക്കെ ആയി, കുഴപ്പമില്ലാത്ത മൊബൈലായി, അവനും ഇതായി. ഫേസ്ബുക്കിന്റെ പുറമെ ടിക്ടോക്ക് കൂടി വന്നപ്പോ വരുമാനത്തിൽ വലിയ മാറ്റം ഉണ്ടായി. ടിക്ടോക്ക് വീഡിയോസ് എടുത്ത് നമ്മൾ ഫേസ്ബുക്കിൽ ഇട്ട് നമുക്ക് ഭയങ്കര ഒരു മന്ത്ലി മോർ ദാൻ 3 lakh ഒക്കെ റേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട്. അത് ആദ്യം ആ ഒരു എമൗണ്ട് വെച്ചിട്ട് ഞാൻ ചെയ്തത് എന്താണ് ശരിക്കും പറഞ്ഞാൽ? ഇല്ല, നമ്മളത് സേവ് ചെയ്യുമായിരുന്നു. എനിക്ക് ഒട്ടും സേവിങ്സ് ഇല്ലായിരുന്നു. പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ആ ഒരു എമൗണ്ട് കൊണ്ട് സ്വന്തമായിട്ട് വീട് മേടിച്ചെന്നാ പറയുന്നത്. സെക്കൻഡ് ഇയർ ലാസ്റ്റ് ഒക്കെ ആയിട്ടൊക്കെയാണ് ഞാൻ സ്വന്തമായിട്ട് വീട് മേടിച്ചത്. ഫേസ്ബുക്ക് അതുപോലെ ടിക്ടോക്ക് എന്നുള്ള വരുമാനം വെച്ച് മാത്രം? ടിക്ടോക്കിന് വരുമാനമില്ല, ടിക്ടോക്കിലെ വീഡിയോസ് ഫേസ്ബുക്കിൽ ചെയ്തിട്ട് ഇത് ആ ഒരു സമയത്ത് ടിക്ടോക്ക് പിന്നെ ബാൻ ആയിപ്പോയല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു 3 lakh വരെ നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ മന്ത്ലി? അത് എത്ര കാലം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റി? 1 year. 1 year. 3 lakh ഞാനൊരു ഒരു 1 lakh ആവറേജ് വെച്ചിട്ട് ഉണ്ടായിരുന്നു. 7 lakh വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സ്റ്റേജിൽ എന്തുണ്ടായി? സെക്കൻഡ് ഇയർ പഠിക്കുന്ന ആളെന്ന് പറഞ്ഞാല് ഒരു 21 ഏജ് ആ സമയത്ത് അല്ലേ? അപ്പൊ ആ ഒരു ഏജില് എന്താ പറയാ, അപ്പനും അമ്മയ്ക്ക് വേണ്ടിട്ട് ഒരു വീട് വെച്ചു കൊടുത്തു. എന്റെ പഴയ വീട്ടില് ലിറ്ററലി ഒരു മൊബൈൽ റേഞ്ച് പോലും ഓപ്പറേറ്റ് കിട്ടത്തില്ല. 4ാം ക്ലാസ് വരെ ചിക്കറ്റുകാരെ നിന്നിട്ടുണ്ട്. 4ാം ക്ലാസ് വരെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് കണ്ണൂരോട്ട് ഷിഫ്റ്റ് ആയി. അപ്പൊ അവിടെ ഈ പറഞ്ഞ കണ്ണൂരിൽ അവിടെ റേഞ്ച് വളരെ പ്രോബ്ലം ആയിരുന്നു. ഒരു വൈഫൈ കണക്ഷൻ കിട്ടത്തില്ല. ഭയങ്കര കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോകുന്നതുകൊണ്ട്
കേബിൾ ഇടാൻ ഇത്രയും മീറ്ററിന് ഇത്രയും പൈസ കൊടുക്കുന്ന സെറ്റപ്പ് ഒക്കെ ആയിരുന്നു. പിന്നെ അന്നത്തെ കാലത്ത് നെറ്റിന് ഭയങ്കര വ്യാപകമാണ്. ജിയോ വന്നതിന് ശേഷമാണല്ലോ ജിയോ വന്നായിരുന്നു, പക്ഷെ എന്നാലും റേഞ്ചിന്റെ ഒരു ഇഷ്യൂസും ഇതൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ജിയോ വന്നതിന് ശേഷം ടിക്ടോക്കും ഇപ്പൊ അവിടുന്ന് വലിയൊരു ബ്രേക്ക് ത്രൂ ഉണ്ടായി. ഇപ്പൊ അറ്റ് പ്രസന്റ് നിൽക്കുന്ന ബ്രോന്റെ ഒരു സ്റ്റേജ് എന്താണ് ശരിക്കും? ഇപ്പൊ എന്തൊക്കെ വെബ് പ്രോപ്പർട്ടീസ് ഓൺ ചെയ്യുന്നുണ്ട്? എന്തൊക്കെയാണ് നമ്മളാ ഒരു ഷാജി പാപ്പ പേജ് ഭയങ്കരമായിട്ട് പോപ്പുലർ ആക്കി. നമ്മൾ ഈ വീഡിയോസ് മൊത്തം ഈ ഒരു പേജിൽ ഇട്ടിട്ട് അത് ആൾക്കാർക്ക് ഒരു പേര് രജിസ്റ്റേർഡ് ആയി. അപ്പൊ ആ ഒരു പേജ് ഇതായി. പിന്നെ ഒരു 2020 2019 ഈ ഇങ്ങനെ വീഡിയോ ഇടുന്ന സംഭവം ഫേസ്ബുക്ക് റെസ്ട്രിക്ട് ചെയ്തു. ലിമിറ്റഡ് ഒറിജിനാലിറ്റി എന്നൊരു സാധനം കൊണ്ടുവന്നു. കാരണം ഇങ്ങനെ വീഡിയോസ് ഒന്നും പറ്റത്തില്ല, ഓൺ വീഡിയോസ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഭയങ്കര സ്റ്റക്കായി. അതേ ടൈം തന്നെ ടിക്ടോക്ക് ബാൻ പോയി. രണ്ടും കൂടി അഡിപ്റ്റ് ചെയ്ത് നോക്കും. 2020 കൊറോണയും വന്നു. ഒരു 2020 കുറച്ച് നാളൊക്കെ നമ്മള് എന്താ പറയുക, തട്ടിമുട്ടി ഫേസ്ബുക്കിൽ മറ്റേ പഴയ സിനിമകളൊക്കെ കട്ട് ചെയ്തിടുക അങ്ങനത്തെ. ആ സമയത്തൊക്കെ ഷാജി പാപ്പൻ ഓടുന്നത്. ഷാജി പാപ്പൻ ഇല്ല അന്ന് നമ്മൾ ഷാജി പാപ്പൻ എടുത്ത് മാറ്റി വെച്ചു. അത് നമുക്ക് പ്രോപ്പറായിട്ട് എന്തെങ്കിലും ചെയ്യാം. അത്യാവശ്യം ഒരു 7 ലക്ഷം 5 ലക്ഷം ഫോളോവേഴ്സ് ആക്കി വെച്ചു. അപ്പൊ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ആ സമയത്ത് ലോഞ്ച് ചെയ്തു? ഇല്ല, അതും ഇല്ല. ഓക്കെ, മൈൽ സ്റ്റോൺ വേറെ പേജസ് ഉണ്ട്, അത് വെച്ചിട്ട് മൂവ് ചെയ്തു. പക്ഷെ അത് നമുക്ക് മൂവ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഭയങ്കര റിസ്ക് ആയി. അപ്പൊ 2021 ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും എന്തെങ്കിലും, അപ്പൊ ഞാൻ കോളേജ് പാസ് ഔട്ട് ആയി കഴിഞ്ഞു. 2020 കോളേജ് കഴിഞ്ഞു. പക്ഷെ കൊറോണ കാരണം സപ്ലൈ ഉള്ളതൊക്കെ കാരണം 2021 ഒക്കെ ആയപ്പോഴത്തേക്കാണ് സപ്ലൈ ഒക്കെ ക്ലിയർ ചെയ്തോ? എല്ലാ സെമ്മിലും ഓരോ സപ്ലൈ വെച്ചേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഓരോ സെമ്മ് കഴിയുമ്പോഴത്തേക്ക് അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. അത് എന്തൊക്കെ പറഞ്ഞാലും ഡിഗ്രി പേപ്പറൊന്നും കൈമേടിച്ച് വെച്ചിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും ഈ കല്യാണം കഴിക്കുമ്പം അങ്ങനത്തെ ചില മാത്രമേ കാര്യമുള്ളൂ. അങ്ങനെ നമ്മൾ ഇപ്പം ക്രിയേറ്റ് 2021 ഒരു ഒക്ടോബറിലാണ് നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി നമ്മള് ചാനലിലെ ഫസ്റ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ അന്ന് ഇപ്പോഴും ഭയങ്കര ഹിറ്റാണ്. അശ്വിനും അമ്മയെന്നൊരു നമ്മള് കോഴിക്കോട് കോമഡി ചിരി വമ്പച്ചിരി പ്രോഗ്രാമിൽ ഹിറ്റായി. അവനിപ്പോ സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. ഭയങ്കര ഉണ്ട്, ഭയങ്കര റോളായിരുന്നു. അപ്പൊ അവനും അവന്റെ അമ്മേന്റെ ഇന്റർവ്യൂ ആണ് ആദ്യം നമ്മൾ എടുത്തത്. അവരന്ന് വൈറലായിരുന്നു. അപ്പൊ ആ ഇന്റർവ്യൂ ഞാൻ ആദ്യം അന്ന് ചാനൽ സ്റ്റാർട്ട് ചെയ്തില്ല, ചാനലിന്റെ പേരും ഇല്ല. ഇന്റർവ്യൂ മാത്രം എന്റെ ഒരു ഫ്രണ്ടിനെയും വിളിച്ച് ക്യാമറയും വിളിച്ച് പെട്ടെന്ന് പോയിട്ട് ഷൂട്ട് ചെയ്ത് ഒരു ചേച്ചി ആങ്കർ കോഴിക്കോട് തന്നെ ഒരു മേഘ എന്നൊരു പുള്ളിക്കാരിയും വിളിച്ച് അന്ന് പിറ്റേ ദിവസം തന്നെ ഇത് ഷൂട്ട് ചെയ്തെടുത്ത് അപ്പം എല്ലാം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ എവിടെ ഇടും എന്തിടും. നമ്മൾ അന്ന് സത്യം ഇന്റർവ്യൂ എടുക്കുന്നത് ഷാജി പാപ്പൻ ഫേസ്ബുക്ക് പേജിലോട്ട് വേണ്ടിയാണ്. പേജ് ഉണ്ട്, അപ്പൊ അതിലോട്ട് വീഡിയോ ഇടാൻ എന്തായാലും അല്ലെങ്കിൽ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാതെ റീച്ച് കിട്ടും. പക്ഷെ അപ്പൊ യൂട്യൂബിലോട്ട് ചുമ്മാ കളയണ്ട, യൂട്യൂബിലോട്ട് ഇടാമെന്ന് വേണ്ടി അന്ന് ഞാനിട്ടൊരു പേരാണ് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന പേരും. അങ്ങനെ തുടങ്ങിയ ചാനലാണ്. അങ്ങനെ ആ ഇന്റർവ്യൂ ഇട്ടു. പിന്നെ ഭയങ്കര സ്ലോലി ആണ് പിന്നെ ഇന്റർവ്യൂസ് ഒക്കെ ചെയ്തു തുടങ്ങിയതും. ഒരു ഫസ്റ്റ് വൈറലായ വീഡിയോ ഏതാ യൂട്യൂബ് ചാനലിൽ? ശരിക്കും മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ ഒരു വീഡിയോ, നമ്മൾ ഒരുപാട് വീഡിയോ എടുത്ത് ഒരു വീഡിയോയിലാണ് നമുക്കൊരു പിടുത്തം കിട്ടുന്നത്. അത് ശരിക്കും മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ ഏത് വീഡിയോ? തുടങ്ങിയ സമയത്ത് അങ്ങനെ വലിയ ക്രൂ ഒന്നുമില്ല, ഫ്രീലാൻസ് ആയിട്ട് ക്യാമറ ടീമിനെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഇങ്ങനെ ആങ്കേഴ്സ് ഇല്ലാത്തൊരു പക്ഷത്തിൽ എനിക്ക് നീല വിമലിന്റെ ഒരു ഇന്റർവ്യൂ വരുവാണ്. നീല വിമലിന്റെ ഒരു 2021 കൊറോണയൊക്കെ പോയി കഴിഞ്ഞ് കുറെ സിനിമകൾ ഇങ്ങനെ റിലീസ് ചെയ്യാൻ വേണ്ടി നിൽക്കുമായിരുന്നു, മുട്ടിയിരിക്കുവായിരുന്നു. ആ സമയത്ത് നമ്മൾ ചാനൽ തുടങ്ങുന്നത്. അപ്പൊ ഇത് പ്രൊമോട്ട് ചെയ്യാൻ ചാനൽസ് അന്ന് ഇല്ല, കുറവായിരുന്നു. അപ്പൊ നമ്മൾ നല്ലൊരു ടൈമിലാണ് ലോഞ്ച് ചെയ്തത്. അപ്പം ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. അവർക്ക് ഏതെങ്കിലും ചാനൽ എവിടെയെങ്കിലും കിട്ടാൻ മതി, ഓൺലൈൻ പ്രൊമോഷൻ കിട്ടിയത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ചെറിയ ചാനലാണോ വലിയ ചാനൽ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നില്ല. PROs ആണെങ്കിലും മാർക്കറ്റിംഗ് ടീം ആണെങ്കിലും എടുക്കുക, അങ്ങനെയൊക്കെ സെറ്റപ്പ് ആയിരുന്നു. അപ്പൊ അങ്ങനെ നീല വിമലിന്റെ ഇന്റർവ്യൂ എടുക്കാൻ ആങ്കറില്ല, ഞാൻ ഇന്റർവ്യൂ എടുത്തു. അന്ന് ഞങ്ങളുടെ ഒരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു, ഒരു കുസൃതി ചോദ്യം എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അതിന്റെ സെഗ്മെന്റ് അതിലാണ് ഏറെ കയറി പോയത്. ആ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. നിഖില വിമലിനോട് ഭയങ്കര ഒരു വലിയൊരു താത്തോ ഡയലോഗിനോട് ചോദ്യം ചോദിച്ചു. ചെസ് കളി പെട്ടെന്ന് ജയിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പം പുള്ളിക്കാർക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, കുതിരേനെ മാറ്റിയിട്ട് പശുവിനെ ആക്കിയാൽ മതി, പശുവിനെ ആർക്ക് വെട്ടാൻ പറ്റും. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എനിക്കറിയില്ല. പിന്നെ ഞാൻ നോക്കുമ്പോ കുറെ CPM ഒക്കെ പേജിൽ എന്റെ സംഖ്യ ഞങ്ങൾക്ക്
നമുക്ക് യൂസ്വലി ആവശ്യം നടന്നു. നമ്മളിപ്പോ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ചെയ്യാറുള്ളത്. വീഡിയോ അധികവും നമ്മളെ ചാനലിൽ ഫിനാൻസ്, അതിപ്പോ കേരള ഗവൺമെന്റ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും ലോകത്തിലൊക്കെ ഉള്ള ഫിനാൻസ് ചേഞ്ചസ് നമ്മൾ ചെയ്യാം. അപ്പം കേരളത്തില് ഇപ്പം 6 ലൈൻ വന്ന വീഡിയോ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ വന്നിട്ട് ഓ ഗ്രേറ്റ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ വിമർശിക്കുന്ന ആളുകൾ വിമർശിക്കും. അപ്പൊ സെയിം സാധനം നമ്മൾ കേന്ദ്രത്തിൽ ചെയ്താൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ സപ്പോർട്ട് ചെയ്യും, വിമർശിക്കുന്നവർ വിമർശിക്കും. അപ്പം നമ്മൾ ഇന്ന് അയോധ്യന്റെ ഇഷ്യൂ ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, അതിന് വിമർശിക്കുന്ന ആൾക്കാർ വിമർശിക്കുക ഒക്കെ ചെയ്യണം. പക്ഷെ അതിന്റെ ഒരു ഫിനാൻസ് സൈഡ് നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടു, ഇട്ടിട്ട് രാത്രി കിടന്നവരെ പറ്റില്ല. സാറിന് പറയാൻ നോട്ടിഫിക്കേഷൻ ആണ്, നീ ആരാടാ സംഗി, ചാണക സംഗി, അങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക് സംഖ്യയാവും. ആ ഒരു ടൈമിൽ എങ്ങനെയാണ് ഈ നെഗറ്റീവ് കമന്റ്സിനൊക്കെ എങ്ങനെ ഫേസ് ചെയ്തത്? ആക്ച്വലി ശരിക്കും 2 ദിവസം ഒന്ന് എനിക്ക് പോകാൻ വേണ്ടി ഞാൻ ഒറ്റയ്ക്ക് ബാംഗ്ലൂർ പോയി. അപ്പൊ ഞാൻ ബസ്സിൽ കയറുമ്പോ തൊട്ട് സൈഡിൽ നിൽക്കുന്ന ആൾക്കാർ എന്റെ വീഡിയോ കണ്ടോണ്ടിരിക്കും. ഇവിടെ സമ്മതിക്കും. പിന്നെ ഞാൻ മൊബൈലൊക്കെ സൈഡിലോട്ട് മാറ്റി വെച്ച് ബാക്കി ഇത് പിന്നെ നമ്മൾ തന്നെ നമുക്ക് ഫേസ്ബുക്ക് റൈറ്റ്സ് മാനേജ് കുറെ ഇത് എനിക്ക് ആ പർട്ടിക്കുലർ ക്ലിപ്പ് തന്നെ ഒരു 500+ അപ്ലോഡ്സ് വന്നു ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലായിട്ട്. അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞ ഒരു മൈൽസ്റ്റോൺ മേക്കേഴ്സിൽ ഞാൻ തന്നെ വൈറലാക്കി എന്റെ ചാനലിൽ സ്വന്തമായിട്ട്. മൈൽസ്റ്റോൺ മേക്കേഴ്സ് മാത്രമാണോ മെയിൻ ചാനൽ? ഷാജി പാപ്പൻ എന്ന ചാനലുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ചാനൽസ് ഇനി ലോഞ്ച് ചെയ്യാനായിട്ട് നിൽക്കുന്നത് മൈൽസ്റ്റോണിൽ തന്നെ കുറച്ച് ഫീച്ചേർഡ് ആയിട്ടുള്ള വെബ് സീരീസും ഇതൊക്കെ ആയിട്ട് വേണ്ടി നമ്മള് അതിന്റെ ഓൺഗോയിങ് നടക്കുവാണ്. പിന്നെ ഫേസ്ബുക്കിൽ കുറച്ച് പേജസ് ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഇ-കോമേഴ്സ് വെബ്സൈറ്റ്സ് ഫുള്ളി ഡിജിറ്റലിലാണ്. ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കരിക്കിന്റെ നിഖിലേട്ടൻ ഭയങ്കര ഇൻസ്പിറേഷൻ. ഇപ്പോ ആ ഒരു മോഡലില് നമുക്ക് വെബ് സീരീസ് ഒക്കെ പ്രതീക്ഷിക്കാൻ പറ്റും. തീർച്ചയായിട്ടും അതൊരു വേറെ സെപ്പറേറ്റ് ചാനലിൽ പുള്ളിയും ഇതേപോലെ എന്താ പറയുക ഒരു ഒന്നും അല്ലാതെ സാറ്റലൈറ്റിന്റെ എക്സ്പീരിയൻസും കൊണ്ട് ഡിജിറ്റൽ ഇത്രയും ഒരു ഇതാക്കിയത് ഭയങ്കര സംഭവമാണ്. അത് പെട്ടെന്ന് വന്നൊരു ഗ്രോത്ത് ആണ്, ബ്രാൻഡായി മാറിയത്. നമ്മളാണെങ്കിലും എന്റർടൈൻമെന്റ് മേഖലയിൽ ഇപ്പം 1 മില്യൺ കവർ ചെയ്തിരിക്കുന്ന ഒരു 3 ചാനലേ ഉള്ളൂ. അതിൽ നമ്മൾ ഒരു 2 ഇയറിൽ കൊണ്ടാണ് നമ്മൾ 1 മില്യൺ കവർ ചെയ്തത്. അത് നമുക്ക് സംബന്ധിച്ച ഒരു മൈൽ സ്റ്റോൺ ആണ്. എനിക്ക് എമ്മി സ്റ്റാർട്ട് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ആന്റി വെച്ചിട്ടുണ്ട് എമ്മി സ്റ്റാർട്ട് ചെയ്ത് ഭയങ്കര ഫേമസ് ആയിരിക്കും. മൻമോഹൻ സിംഗ്, മമ്മൂട്ടി, മോഹൻലാല്. അപ്പൊ എമ്മി സ്റ്റാർട്ട് ചെയ്ത അങ്ങനെ മൈൽസ്റ്റോണിന്റെ എമ്മും മേക്കേഴ്സിന്റെ എമ്മും ഉണ്ട്. അങ്ങനെ തുടങ്ങി ഇട്ട പേരാണ് മൈൽസ്റ്റോൺ മേക്കേഴ്സ്. അല്ലാണ്ട് അതിൽ ഇത്ര അർത്ഥം ഉണ്ടാവും ഇത്രയും ഇതെത്തുന്നാണ് അറിഞ്ഞില്ല. ഓക്കെ, ആ ഒരു വൈറൽ വീഡിയോക്ക് ശേഷം മനസ്സിലാക്കാൻ പറ്റുമോ ഒരു വൈറൽ വീഡിയോന്റെ ഇൻഗ്രീഡിയൻസ് ഇന്ന ഏതൊക്കെയാണ് എന്നൊക്കെ? ഇല്ല, ഇൻഗ്രീഡിയൻസ് നമുക്കറിയാം. ഇപ്പൊ നമുക്ക് ഇത്രയും ഫേസ്ബുക്കിലാണെങ്കിൽ ഇതിലുള്ളതുകൊണ്ട് ആൾക്കാരുടെ പൾസ്, മലയാളികളുടെ പൾസ് അല്ലെങ്കിൽ എങ്ങനെ പോയാൽ നമുക്ക് ഇതാവുന്നത് അറിയാം. ബ്രോ, ശരിക്കും ഈ യൂസർ റിട്ടൻഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഇന്റർവ്യൂസ് ആണെങ്കിലും എന്ത് പരിപാടികളാണെങ്കിലും കംപ്ലീറ്റ് സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ. നമ്മള് ആക്ടേഴ്സിന്റെ ഓരോ ആക്ടേഴ്സിനും PR ഉണ്ട്, PR ഗ്രൂപ്പ് ഉണ്ട്. അവര് പറയുന്നതിനനുസരിച്ച് ഇവര് പല കാര്യങ്ങളും ചെയ്യുന്നതും ഒക്കെ ആയിട്ട്. അപ്പൊ ചാനലിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ടോ? ഓൾറെഡി പ്ലാൻ ചെയ്ത് ഓക്കെ ഇതിനൊരു പോസിബിലിറ്റി ഉണ്ട് വൈറാലിറ്റിക്ക്, വിൽ ഡു ഇറ്റ് ലൈക്ക് ദിസ് എന്നൊക്കെ? തീർച്ചയായിട്ടും അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ആർട്ടിസ്റ്റിന്റെ പേര് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് നമുക്ക് അവരെ പിന്നെയും കാണണ്ടേ. ഓക്കെ, ഷൈൻ ടോം ചാക്കോ ശരിക്കും ആക്ച്വലി മൊബൈൽ എടുത്ത് എറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും സ്ക്രിപ്റ്റഡ് അല്ല. പക്ഷെ കാരണം എന്താ പറയുക, ഷൈൻ ടോം ചേട്ടൻ ഒന്നും സ്ക്രിപ്റ്റഡ് അല്ല. പക്ഷെ പഴയ ഒരു ഇന്റർവ്യൂ ഉണ്ട്, വളരെ നോർമൽ ആയിട്ട് പുള്ളി സംസാരിക്കുന്നത്. അതും വെച്ചിട്ടും ഈ ഒരു മൊബൈൽ എടുത്തിരുന്ന പുള്ളി തന്നെ അതിന് വേറൊരു ഇന്റർവ്യൂ, ഞങ്ങളുടെ ഇന്റർവ്യൂ അല്ല, വേറെ ഇന്റർവ്യൂ അതിനൊരു മറുപടി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 10ാം ക്ലാസ്സിലല്ലേ അമ്മേന്റെ സമയത്ത് നമ്മള് കുട്ടിയായിട്ടിരിക്കുന്ന സ്വഭാവം അല്ല, നമ്മൾ കുറച്ചുകൂടെ ചേഞ്ച് ആകുമ്പോൾ പിന്നെ ചേഞ്ച് ആയി വരുമ്പോ അത് ഒരാളുടെ സ്റ്റേജ് മാറുമ്പോ ലൈക്ക് ഒരു അത് അങ്ങനെ ചേഞ്ച് ആവാൻ സ്ക്രിപ്റ്റ്. അത് ഷൈൻ ചെയ്യാണ്ട് നമുക്ക് പുള്ളിനെ ഇന്റർവ്യൂ എടുക്കാൻ പോയി പുള്ളി കണ്ടന്റ് നമുക്ക് തന്നിരിക്കും. അത് പുള്ളി എനിക്ക് ഒരിക്കലും അത് പുള്ളി ഇന്ന് ഈ ഇന്റർവ്യൂ അല്ലെ നമുക്ക് ഇന്നത് ചെയ്യാം എന്നൊരു സംഭവത്തിലല്ല. പുള്ളിക്ക് ഇന്ന ചാനലാണെന്നോ അല്ലെ നമ്മുടെ ചാനൽ ഇപ്പൊ അറിയാം, അല്ലെങ്കിൽ വേറൊരു ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ളതാണോ അല്ലെങ്കിൽ റീച്ച് ഉണ്ടോ ഒന്നും ചെക്ക് ചെയ്യില്ല. പുള്ളി അത് പുള്ളിന്റെ ചില ആൾക്കാർ റീച്ച് ഉള്ള ചാനൽ അനുസരിച്ച് കണ്ടന്റ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ബോളിവുഡില് പിന്നെ ഈ സെലിബ്രിറ്റീസ് എയർപോർട്ടിൽ നിന്ന് വരുന്ന സമയത്ത് പാപ്പരാസിനെ വിളിച്ചിട്ട് ഫോട്ടോ എടുക്കുന്ന ഒരു സീനുണ്ടല്ലോ. അപ്പൊ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് പല സെലിബ്രിറ്റീസിനെ വാണ്ടഡ്ലി അവര് അമ്പലത്തിൽ പോകുന്നത് അല്ലെങ്കിൽ സ്ട്രീറ്റിൽ കൂടെ ഇറങ്ങി നടക്കുന്നൊക്കെ വീഡിയോ അവര് തന്നെ പറഞ്ഞിട്ട് എടുത്ത പോലെയുള്ള ഒരു ഫീൽ. അപ്പൊ അങ്ങനെ നിങ്ങക്ക്
കോണ്ടാക്ട് ചെയ്യാറുണ്ടോ ഏതെങ്കിലും സെലിബ്രിറ്റീസ്? സെലിബ്രിറ്റീസ് ഇപ്പൊ ഒരു അമ്പലത്തിൽ പോകുന്നോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു സിനിമ കാണാൻ പോകുമ്പോഴോ അതിന്റെ മാർക്കറ്റിംഗ് ടീമോ അല്ലെങ്കിൽ ആ സിനിമയുടെ PR ടീമോ വിളിച്ചിട്ട് പറയും, എടാ ഇന്ന ആള് ഇന്ന തിയേറ്ററിൽ വരുന്നുണ്ട്, ഇന്ന അടുത്ത് വരുന്നുണ്ട്, വന്നേക്ക് എന്ന് പറയും. അപ്പൊ അവരെന്തായാലും വരും, നമ്മൾക്ക് ആ വിഷ്വലും കിട്ടുന്നുണ്ട്. ആ വിഷ്വൽസ് ഒക്കെ നമ്മൾ ഷാജിപ്പാപ്പ് എന്ന പേജിൽ അങ്ങനത്തെ കുറെ പേജിലൊക്കെയാണ് പോകുന്നത്. സോ ഇത് ആക്ച്വലി ഒരു പെയ്ഡ് ക്യാമ്പയിൻ ആയിരിക്കില്ല. അപ്പൊ നിങ്ങളെ ഒരു ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം കണ്ടന്റ് കിട്ടുന്നു, ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കുറച്ചൊരു റീച്ച് കിട്ടുന്നു. പക്ഷെ ഇത് എത്ര കാലത്തേക്ക് ആക്ച്വലി ഒരു നമുക്ക് ഇത് തുറന്നു പോകണല്ലോ, എത്രത്തോളാണ് ഇതിന്റെ ഒരു റെലവൻസി? അത് ഇപ്പം ഭയങ്കര ചാനൽസിന് ഭയങ്കര ഇപ്പൊ നമ്മള് ഓരോ PROസിന് ഗ്രൂപ്പ്സ് ഉണ്ട്, ഒരു മാർക്കറ്റിംഗ് ടീമിന് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഓരോ പടത്തിന് ഓരോ PROs ആയിരിക്കും. അപ്പൊ അവര് ഇപ്പൊ ലിസ്റ്റ് ഇടും, ഇന്ന പടത്തിന്റെ പ്രസ് മീറ്റ് ഉണ്ട്, എത്ര മീഡിയാസ് വരുന്നുണ്ടെന്ന് നമ്പർ 1, 2, 3 സ്വയം പിന്നെ ആ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ ആ ഒരു ലിസ്റ്റിലൊക്കെ ഇപ്പം എന്ന് വെച്ചാൽ ഓരോ മീഡിയാസ് ആണ് ലിസ്റ്റ് ചെയ്യുന്നത്. ഒരു വലിയ പടത്തിന് ഇപ്പം ഈ വാലിക്കോട്ടെ വാലിയമ്മന്റെ ഒക്കെ ഒരു പ്രസ് മീറ്റിന് വന്നിരിക്കുന്ന ഒരു 89, 90, 95 മീഡിയാസ് ആണ്, മലയാളം മാത്രമായിട്ടുള്ള. അത്രയും മീഡിയാസ് ഉണ്ട്, അത്രയും കോമ്പറ്റീഷൻ ആണ് ശരിക്കും പറഞ്ഞത്. ഇത്രയും മീഡിയാസിന്റെ ഇടയ്ക്ക് എങ്ങനെയാണ് നിങ്ങൾ റിലവന്റ് ആയിട്ട് നിൽക്കുക? എന്ത് ചേഞ്ചസ് നിങ്ങൾ കഴിഞ്ഞ ഒരു 2 years ആയിട്ട് മാറ്റിയിട്ടുള്ളത് ബാക്കിയുള്ള യൂട്യൂബ് ചാനൽസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? കോൺസ്റ്റൻസി ഭയങ്കര ഒരു ഫാക്ടറാണ്. പിന്നെ കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ഒരു എന്താ പറയുക, തംബ്നെയില് ക്ലിക്ക് ബൈറ്റ്, അതൊക്കെ ഒരു ഫാക്ടറാണ്. പിന്നെ കുറച്ച് ഒറിജിനൽ ആയിട്ട് നിൽക്കുക, നമ്മൾ എന്താണോ ബി ജെന്യൂൻ ആയിട്ട് നിൽക്കുക, നമ്മൾ അതാണ് ഫോളോ ചെയ്യാറുള്ളത്. നമ്മള് ഭയങ്കര ക്ലിക്ക് ബൈറ്റ് ആയിട്ടുള്ള സാധനം ഇല്ലാത്തൊരു കാര്യം അവരെ പുഷ് ചെയ്യാറില്ല. ഇപ്പൊ ചില ചാനൽസ് ഒക്കെ ഉണ്ടല്ലോ, യൂട്യൂബ് ചാനൽസ്. അതായത് റീസെന്റ് ഏതോ ഒരു മലയാളം യൂട്യൂബ് ചാനലുണ്ട്, ഞങ്ങൾ ഡൈവേഴ്സ് ആയി, ഞങ്ങൾ അടിച്ചു പിരിക്കും. പുറകെ അറിയിക്കും, മലപ്പുറം ആണ് തോന്നുന്നു സ്ഥലം, മലപ്പുറം. മനസ്സിലായി. അപ്പൊ ആൾക്കാർ ഇത് ഇവര് എന്താ അത് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് എത്തി നോക്കാം. മലയാളികൾക്ക് പൊതുവെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ വീഡിയോ 3-4 എപ്പിസോഡ് കഴിഞ്ഞ് അവസാനത്തെ വീഡിയോയിൽ ഇവര് റിവീൽ ചെയ്യാം ഞങ്ങൾ പറ്റിച്ചതാണ്. അപ്പൊ അത്രയും വീഡിയോ കണ്ടിരുന്ന ആളുകളുടെ ടൈമും അത്ര ആളുകളെ ചീറ്റ് ചെയ്യാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, ഇത് ചർച്ച ചെയ്ത് കുറെ യൂട്യൂബർമാർ വേറെ അവരും ഞങ്ങൾ ശശികളായി പോയല്ലോ. അതേപോലെ ഇപ്പൊ റീസെന്റ് മറ്റേ പൃഥ്വിരാജിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലേ, പൃഥ്വിരാജിന്റെ വീട്ടിലെന്തോ ടാക്സ് റൈഡ് നടന്നു പറഞ്ഞിട്ട് വേറെ ഒരു മീഡിയ റിപ്പോർട്ട് ചെയ്യാൻ പൃഥ്വിരാജ് കേസ് കൊടുക്കുകയൊക്കെ. നിഖില വിമലിന്റെ തന്നെ വേറൊരു കാര്യം പറയട്ടെ, ഞാനിപ്പോ 2 ദിവസം റീല് കണ്ടിട്ടുണ്ടായിരുന്നു. അവരെ നിഖില വിമലിനെ ഇരുന്നിട്ട് അവരുടെ ഫ്രണ്ട് ആരോന്നിരുന്നിട്ട് ഏതൊരു വെബ്സൈറ്റിലുള്ള ന്യൂസ് വായിക്കുകയാണ്, നിഖില വിമലും വേറെ ആളായിട്ട് വിവാഹിതരാവാൻ പോകുന്നു. അപ്പോ നേരെ പുള്ളിക്കാരത്തിനെ കാണിക്കുന്ന പുള്ളിക്കാരി ഞാൻ അറിഞ്ഞില്ലല്ലോ ഈ കാര്യം എന്ന് പറയാം. അപ്പോ വ്യൂസ് കിട്ടാൻ വേണ്ടി, ട്രാഫിക് കിട്ടാൻ വേണ്ടി, റവന്യൂ കിട്ടാൻ വേണ്ടി ഏത് രീതിയിലുള്ള നല്ല രീതിയിൽ യൂട്യൂബ് വീഡിയോസിന്റെ ജെന്യൂനിറ്റിയെ ബാധിക്കൂല ശരിക്കും. അതെ, ഇത് നമുക്ക് എന്താ പറയണ്ടേ, ഒരു ഫിൽട്ടർ ചെയ്യാൻ പറ്റാത്തൊരു മേഖലയാണ്. ഒരു ക്യാമറ ഉള്ള ഒരു മൊബൈലുള്ള ആൾക്കും ഇന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. ഇപ്പം തന്നെ ഒരുപാട് പേർക്ക് ഒരു കോമൺ ആയിട്ട് അങ്ങനെ ആരും ഇത് പറയുന്നില്ല, നമുക്ക് മാത്രമേ ഇത് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നല്ല. എന്നാൽ പോലും ഒരുപാട് പേർക്ക് ഇപ്പം എറണാകുളത്തെ വനിതാ വിനീതയില് വെള്ളിയാഴ്ച വ്യാഴാഴ്ച ദിവസം വന്നു കഴിഞ്ഞാൽ ആർട്ടിസ്റ്റുകൾ, ആ സിനിമയുടെ ആർട്ടിസ്റ്റുകൾ അവിടെ വരുന്നൊരു ചില ആൾക്കുണ്ട്. അവിടെയാണ് ഈ സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഷോ കാണാനായിട്ട് സെലിബ്രിറ്റീസ്, സിനിമയുടെ ക്രൂ വരുന്നത്. അപ്പൊ ഒരു ക്യാമറ എടുത്തു പോയിട്ട് ഇതെടുക്കാനും കണ്ടേ പുതിയതായിട്ട് തുടങ്ങുന്ന ആൾക്കാർക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. അവൾക്ക് ഒരു റെപ്യൂട്ടേഷൻ ഇല്ല, ചാനലിന് അതിനൊരു റെപ്യൂട്ടേഷൻ ഇല്ല. നമുക്കിപ്പം അതൊക്കെ ഭയങ്കരമായിട്ട് നോക്കി കണ്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. കാരണം വെച്ചാൽ നമുക്കിപ്പം നമ്മൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സും ഷാജിപ്പാപ്പിന് ഒരു വിങ് ആയിട്ട് പോകുമ്പോൾ ഷാജിപ്പാപ്പിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ, നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ, നാളെ ആ ആർട്ടിസ്റ്റിനെ നമ്മൾ ഇന്റർവ്യൂ വിളിക്കുമ്പോൾ നിങ്ങൾ എന്നെ പറ്റി ഇത് ഇട്ടതല്ലേ എന്ന് പറയാൻ പാടില്ല. അപ്പൊ നമുക്ക് തന്നെ അത് ലോസ് ആണ്. അപ്പൊ നമ്മൾ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള രീതി മാത്രമേ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ടൈറ്റിലും തംബ്നെയിലും എങ്ങനെയാണ് നമ്മൾ ക്ലിക്ക് ബൈറ്റ് ആവാതെ ബെറ്റർ ആയിട്ട് കൺവേർഷൻ കൊണ്ടുവരാൻ നിങ്ങളെ സ്ട്രാറ്റജീസ് ഒക്കെ എന്തൊക്കെയാണ്? പണ്ട് നമ്മൾ കുറച്ച് ക്ലിക്ക് ബൈറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്ലാൻ ചെയ്യുമായിരുന്നു. ഇന്റർവ്യൂസ് തുടങ്ങുന്നതിന് മുമ്പ് ഇന്ന ചോദ്യം ചോദിക്കാം, ഇവൻ ഈസ് ദെയർ യെസ് ഓർ നോ ആണെങ്കിലും ആ ചോദ്യം നമുക്ക് തംബ്നെയിൽ ഇടാം. ഒരു ആർട്ടിസ്റ്റിനോട് ഇന്ന ആർട്ടിസ്റ്റിനെ കല്യാണം കഴിക്കുമോ എന്ന് ചോദിക്കാം. അവരിപ്പോ നോയാണെങ്കിലും നമുക്കത് ഇട്ടാ മതി. അപ്പൊ പക്ഷെ ആ ക്വസ്റ്റ്യൻ ഇന്റർവ്യൂലുണ്ട്. അത് അവര് പറയുകയോ ഇല്ല, ചിലപ്പോ സ്കിപ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമായിരിക്കാം. അപ്പൊ അങ്ങനത്തെ സംഭവം നമ്മൾ തുടക്കകാലത്ത് ചീറ്റിംഗ് ആവില്ല. അതെ അതെ, ആ ഒരു രീതി ഫോളോ ചെയ്യുന്നുണ്ട്. അന്ന് ചെയ്തായിരുന്നു. ഇന്ന് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. ഇന്ന് അപ് ടു ഫുൾ കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് പോവുക. പണ്ട് നമ്മൾ ആങ്കേഴ്സിനോട് പറയാം ഇന്ന ചോദ്യം ചോദിക്കുന്നു. ഇന്ന് നമ്മൾ അങ്ങനെ ഒരു
റെസ്ട്രിക്ഷൻ കൊടുക്കാറില്ല. നമുക്ക് എന്തെങ്കിലും റെലവെന്റ് ആയിട്ടുള്ള കണ്ടന്റ് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ സൈഡിൽ കൊടുക്കും. ഇല്ലെങ്കിൽ ഫുൾ കണ്ടന്റ് ടീം ഡിസൈൻ ചെയ്യുന്ന രീതിയിലുള്ള കണ്ടന്റ് ബേസ് മാത്രമേ പോകുള്ളൂ. അതിന് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉണ്ടെങ്കിൽ തമിഴിലോ ടൈറ്റിലും പോവാന്നല്ലാതെ നമ്മള് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിലാണ് ടൈറ്റിൽ പോകുന്നത്. ഇംഗ്ലീഷിൽ എനിക്ക് തോന്നുന്നില്ല ഭയങ്കരമായിട്ടൊരു ക്ലിക്ക് ബൈറ്റ് സാധനം ടൈറ്റിൽ ചെയ്യാൻ പറ്റും. കുറച്ച് പ്രോപ്പർ ആയിട്ടൊരു സ്റ്റാൻഡേർഡ് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ തമിഴ്സിൽ പറ്റുള്ളൂ. തമിഴ്സിൽ പറ്റും. പിന്നെ ആർട്ടിസ്റ്റുകൾ ഇപ്പൊ നമ്മൾ എല്ലാവരോടും ഭയങ്കര കണക്റ്റഡ് ആയതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും വിഷമം തോന്നി അവർക്ക് ഇഷ്ടപ്പെടാത്ത കേസാണ് ഇത് മാറ്റാൻ പറയും. ഈ അപ് ടു ഡേറ്റ് എങ്ങനെയാണ് ആൾക്കാരെ ഫോളോ ചെയ്യുന്നത്? ഇപ്പം തൊപ്പിയൊക്കെ ഒരു വീഡിയോയിൽ ക്ലിക്ക് ആയ സമയത്ത് നിങ്ങൾ തൊപ്പിന്റെ ഇന്റർവ്യൂ ഇപ്പൊ തൊപ്പിയാണല്ലേ അതുപോലെ ഇപ്പം തൊപ്പി ഇപ്പൊന്ന് പറയാൻ പറ്റില്ല, ഒരു ടൈം ആയിരുന്നു. അപ്പൊ റീസെന്റ് ആയിട്ട് ഒരു റിവ്യൂ അല്ല ഇന്റർവ്യൂ ഉണ്ടല്ലോ ഇപ്പത്തെ വൈറാലിറ്റി 4 മാസം 4 മാസം മുന്നല്ലോ 3 മാസമായിട്ട് ഇപ്പൊ വൈറലായിട്ട് നിൽക്കുന്ന ആരാന്ന് പറയാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഇന്റർവ്യൂലെ ലേറ്റസ്റ്റ് വീഡിയോ എടുത്ത് നോക്കിയാൽ അതിനുള്ള അവസ്ഥ. അപ്പൊ അതെങ്ങനെയാണ് ഈ അപ് ടു ഡേറ്റ് ആയിട്ട് ആൾക്കാരെ പിടിക്കുന്ന ക്യാച്ച് ചെയ്യുന്നത്? അതിന്റെ പിന്നിലൊക്കെ എങ്ങനെ? നമ്മളെ ടീം എന്ന് പറഞ്ഞ എല്ലാം പിള്ളേരാണ്. എനിക്ക് 26 വയസ്സേ ഉള്ളൂ. അപ്പം ഞങ്ങളെ ചാനലിൽ ഏറ്റവും പ്രായമുള്ള 32 വയസ്സുള്ള ഒരു ആളാണ് ആ പുസ്തകം പുള്ളിക്കാരൻ. അത് കഴിഞ്ഞാൽ എല്ലാം അതിൽ താഴെയുള്ള ആൾക്കാരാണ്. അപ്പൊ എല്ലാവരും പ്രായം കുറഞ്ഞ ആൾക്കാരാണ്. അപ്പൊ എല്ലാവർക്കും എല്ലാം കണ്ടന്റും കാണുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ എന്നോടായാലും പറയാം, എനിക്കായിട്ടാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ടീം പറയും ഇന്ന ആളിപ്പം ചെയ്ത് അടിപൊളിയായിരിക്കും. മറ്റേ ഏട്ടായി കോഫിന്റെ ഒക്കെ നമ്മൾ ആദ്യം ചെയ്തത്. ശരിക്കും പറഞ്ഞാല് ഒരു സിനിമ വരുന്നതിനേക്കാളും വെയിറ്റിംഗ് ആണ് ഏത് ധ്യാൻ ശ്രീനിവാസിന്റെ ഷൈൻ ടോൺ ചാക്കോന്റെ ഒക്കെ ഇന്റർവ്യൂ വരുന്നത്. കാരണം അത്രയും ജെന്യൂൻ ആയിട്ട് ഓരിങ്ങനെ പറയുമ്പോൾ അതില് ഒരു സിനിമയിലുള്ളതിനേക്കാളും ഫണ്ടും കാര്യങ്ങളൊക്കെ ആൾക്കാർ കണ്ടിരിക്കുക. ഞാൻ വിചാരിച്ചിട്ടുണ്ട് സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് സാർ എന്നൊക്കെ പറഞ്ഞ ധ്യാൻ ചേട്ടന്റെ ഒക്കെ ഇന്റർവ്യൂ കാണാൻ ഒരു പ്രത്യേക ഓഡിയൻസ് ഉണ്ട്. വേറെ വൈബാണ്. നമ്മള് എനിക്ക് പേഴ്സണലി ഉള്ള അനുഭവം എന്ന് വെച്ചാൽ നമ്മള് ഭയങ്കര ഡൗൺ ഒക്കെ നിൽക്കുന്ന സമയത്ത് പുള്ളിന്റെ ഒരു ഇന്റർവ്യൂ എടുത്ത് കണ്ടാല് പിന്നെ നമ്മൾ മൂടെല്ലാം മാറി. എനിക്കാണ് ഞാൻ അങ്ങനെ നമ്മുടെ വിഷുവിന് ഒരു ധ്യാൻ ചേട്ടൻ്റെ ഒരു ഇന്റർവ്യൂ 5 പാർട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു. ഒരു 2-3 മണിക്കൂർ നമ്മള് പുള്ളിന്റെ ഫ്ലാറ്റിൽ തിരുവനന്തപുരത്ത് പോയത്. അതെനിക്ക് പറഞ്ഞ ബെസ്റ്റ് ഇന്റർവ്യൂ ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം അത് പുള്ളി ധ്യാൻ ചേട്ടന്റെ ഉണ്ടായ കാര്യത്തിൽ എനിക്ക് അത് ബെസ്റ്റ് ഉണ്ട്. അതിനകത്ത് ഒരു സംഭവം പുള്ളി ചെന്നൈയില് ശ്രീനിവാസൻ സാറ് കാണാൻ വന്ന പറഞ്ഞൊരു സാധനമുണ്ട്. 7 മിനിറ്റ് നിൽക്കുന്ന ഒരു സാധനം സ്റ്റോറി. പുള്ളി ഫ്ലാറ്റിലോട്ട് സ്റ്റോറി അത് നമുക്ക് കേട്ടിരിക്കും. ഞാൻ നേരിട്ട് കണ്ടതാണ്. അത് കണ്ടന്റ് മൾട്ടിപ്പിൾ ടൈംസ് കണ്ടിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് നമ്മളത് ഇങ്ങനെ ഇരുന്ന് പോകും. സ്റ്റോറി ടെല്ലിംഗ് ഭയങ്കര അടിപൊളിയാണ്. ധ്യാനായിട്ട് കഥ പറഞ്ഞു വരുന്ന ശൈലി തന്നെ ഭയങ്കര. നമ്മളിങ്ങനെ ഇരുന്ന് അടുത്ത ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ ഉണ്ട്. പുള്ളി അത് ഭയങ്കര സ്ട്രക്ചർ ചെയ്ത് ഡെവലപ്പ് ചെയ്യും. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞ ചാനലിൽ ശരിക്കും 1 മില്യൺ അബോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ശരിക്കും സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ ഒരു ഫാക്ടർ ആണ് ഒരു വീഡിയോ റീച്ച് ആയി പോവാന്നുള്ളത്? സബ്സ്ക്രൈബേഴ്സ് ഒരു മാറ്ററേ അല്ല. പക്ഷെ നമുക്ക് സിനിമയുടെ പ്രൊഡ്യൂസറിനെ സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസിനെ സമീപിക്കുമ്പോൾ അവർ നോക്കുന്നത് ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എന്തുണ്ട്, ചാനൽ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കാരണം അതൊരു അവിടെ ഇതൊരു ഫാക്ടറാണ്. പക്ഷെ നമ്മളിപ്പോ ഒരു 80K സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഒരു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള എല്ലാവർക്കും നമ്മളൊരു വീഡിയോ ഔട്ട് ചെയ്ത് അതിന് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പോലെ. ബ്രോ എത്ര ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്? ഞാനൊരു 20 അപ്പൊ അത് എത്ര ചാനലില് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു? ഒരു 5-4 അങ്ങനെ വരുന്നുള്ളൂ. അത് നമുക്ക് അത്രയും റെലവെന്റ് ആയിട്ടുള്ള അത്രയും ഒരു അതും പുള്ളി റെഗുലർ ആയിട്ട് കാണാനുണ്ടാവില്ല. നോട്ടിഫിക്കേഷൻ വന്നേ ഉണ്ടാവുള്ളൂ. അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് നമ്മളെല്ലാം എടുത്ത് നോക്കണമെന്ന് ഞാൻ പെട്ടെന്ന് പറയാം. നോട്ടിഫിക്കേഷൻ വന്ന് നമ്മൾ പെട്ടെന്ന് എടുത്ത് നോക്കുന്ന ചാനൽ കരിക്കിന് സത്യം. കാരണം അവർ അത്രയും ഗ്യാപ്പ് എടുത്ത് അവർ ചെയ്യുന്ന ക്വാളിറ്റി ഉള്ള കണ്ടന്റ് കണ്ടു തീർക്കും. കരിക്കിന്റെ ഇപ്പൊ യൂട്യൂബായിട്ട് ഇത്രയും ബന്ധമുള്ളതുകൊണ്ട് ചോദിക്കുന്നത് കരിക്കിന്റെ ഒരു സ്ട്രാറ്റജി ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലത്ത് കരിക്ക് നല്ലോണം കയറുന്ന സമയത്ത് ഇപ്പൊ ഭയങ്കര ഒരു ഇന്റർവ്യൂ എടുത്തിട്ടാണ് ഓരോ വീഡിയോസ് ഒരു പോസ്റ്റ് ചെയ്യുന്നത്. അത് ശരിക്കും അവരുടെ ഒരു മോണിറ്റൈസേഷൻ പാർട്ട്, അതുപോലെ അവരെ ആളുകള് നമ്മൾ ഇത്രയും വലിയൊരു ബ്രേക്ക് എടുക്കുമ്പോൾ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഒരു അതിന്റെ ശരിക്കുള്ള സയൻസ് എന്താണെന്ന് അവർക്ക് അറിയത്തുള്ളൂ. പക്ഷെ എന്റെ ഒരു രീതി ഞാനത് പറയാം. അവര് ആദ്യം പറഞ്ഞ പോലെ ഭയങ്കര കണ്ടന്റ് ഭയങ്കര പുഷ് ചെയ്ത സമയം അവർ ആ പേര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നോക്കി. അന്ന് വെബ് സീരീസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു എസ്റ്റാബ്ലിഷ് ആവാൻ വേണ്ടി അന്ന് ഭയങ്കര ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനോ ഒന്നും അവര് അത്രയും. എന്നാൽ ആ കാലത്ത് അത് അടിപൊളി ക്വാളിറ്റിയാണ്, ഇതൊക്കെയാണ്. അപ്പൊ അന്ന് അവർ മാക്സിമം കണ്ടന്റ് പുഷ് ചെയ്തു. എനിക്ക് വേൾഡ് കപ്പിന്റെ സമയത്ത് 2018 വേൾഡ് കപ്പിന്റെ സമയത്താണ് അവരൊന്ന് കുറച്ച് പുഷായത്. അപ്പൊ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ അവര് ഓരോ മാച്ച് കഴിയുമ്പോൾ ഓരോ വീഡിയോ എടുക്കുമായിരുന്നു. അവർക്ക് ഒരു ഓരോ ടീമിന് ഓരോ ക്യാരക്ടർ വെച്ചിട്ട് അവർ ഓരോ ഇത് വെച്ച് അത്രയും പുഷ് ചെയ്യുന്നുണ്ട്. ഡെയിലി ബേസിൽ പുഷ് ചെയ്ത ആൾക്കാരാണ് ഇപ്പൊ 4-5 മാസം വെച്ച് പുഷ് ചെയ്യുന്നത്. അന്ന് പറഞ്ഞാൽ അവരുടെ മെയിൻ ഇൻകം സോഴ്സും ചിലപ്പം യൂട്യൂബ് റവന്യൂ, ഫേസ്ബുക്ക് റവന്യൂ ആയിരിക്കും. ഇന്ന് അവരുടെ മെയിൻ ഇൻകം സോഴ്സ് എനിക്ക് തോന്നുന്നു അതല്ല. പക്ഷെ എന്നാലും കൺസിസ്റ്റൻസി ഒരു ഫാക്ടർ അല്ല ഇവിടെ. ഒരു 6 മന്ത് ബ്രേക്ക് ഇല്ല. ഇപ്പം
ഈ ലാസ്റ്റ് മുമ്പത്തെ വീഡിയോയ്ക്കും വലിയ ഡിഫറൻസ് ഉണ്ടാവില്ല വ്യൂസിന്. എങ്ങനെ പോയാലും എനിക്ക് ഞാൻ വെച്ച സ്റ്റഡിയിൽ അവർക്ക് ഒരു 7 മില്യൺ ആവറേജ് അല്ല വ്യൂസ് വീഡിയോയ്ക്ക്. 7 മില്യൺ വ്യൂസ് മലയാളത്തിലൊരു ഓഡിയൻസിന് കിട്ടുമെന്ന് പറഞ്ഞാൽ ആവറേജ് കിട്ടാന്ന് എനിക്ക് തോന്നില്ല ഒരാൾക്കും കിട്ടുന്നു. നിങ്ങളുടെ ചാനലില് ഇപ്പം നമ്മുടെ വ്യൂവേഴ്സ് ഇന്നതാണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂട്യൂബിന്റെ അനലിറ്റിക്സ് അല്ലാതെ വേറെ ഏതെങ്കിലും ടൂൾ യൂസ് ചെയ്യാറില്ല? SEO ടൂൾസ് ഒക്കെ യൂസ് ചെയ്യുന്നു ലൈക്ക്. പക്ഷെ അതൊന്നും അത്രയും നമ്മളിപ്പം അത് വലിയ മാറ്റർ അല്ല. നമ്മളിപ്പം ആദ്യത്തെ ഒരു സ്റ്റഡി ചെയ്തു വെച്ചു, പിന്നെ ഇന്ന ടൈം അങ്ങനൊന്നും ഇല്ല. നമ്മളിപ്പോ ഒരു ടൈം ഫോളോ ചെയ്യുന്നു, ഒരു കണ്ടന്റ് കയറേണ്ടതാണ് കയറുന്നതാണ് എന്റെ ഒരു സയൻസ്. ഇപ്പൊ രാത്രി ഇട്ടാലും പകലിട്ടാലും അതിൽ കോണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കയറും. അപ്പൊ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ശരിക്കും അയാൾ ഏത് നീഷ് പോകുന്നതായിരിക്കും നല്ലത്? ഒരു ബിസിനസ് ആയിട്ട് ഇതിനെ സമീപിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ വരികയാണെങ്കിലും ഇപ്പൊ ഒരുപാട് ഓൾമോസ്റ്റ് എല്ലാ എന്താ പറയാ കാറ്റഗറിയിലും ഒരു സാച്ചുറേഷൻ വന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഒരുപാട് പേരുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒരു നീഷ് ബെസ്റ്റ് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പുതിയൊരാൾക്ക് ഏത് നീഷ് വന്നാണ് സക്സസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ആളുടെ ടേസ്റ്റ് പോലെ ഇരിക്കും. ആൾക്ക് ഒരു ബന്ധമില്ലാതെ ഇപ്പം ഞാൻ പറയണ ഒരു ഇൻഷുറൻസിൽ ടോപ്പിക് ചെയ്തിട്ട് ചാനൽ തുടങ്ങുന്നത്, എനിക്ക് ഒരു ബന്ധമില്ലാതെ പഠിച്ച് ചെയ്യുകയാണെങ്കിൽ അതിന് ഓഡിയൻസ് കുറവാണ്, പക്ഷെ അതിന്റെ റവന്യൂ പോയിന്റ്സ് കൂടുതലായിരിക്കാം. അപ്പൊ അതുകൊണ്ട് നമുക്കത് പറയാനും പറ്റത്തില്ല. പിന്നെ ആൾക്കാർ കൂടുതലുള്ള ഒരു ഏരിയ എന്റർടൈൻമെന്റ് ആയിരുന്നു. എന്റർടൈൻമെന്റ് ഇത്രയും ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ എന്റർടൈൻമെന്റിലാണ്. അപ്പൊ ഒരു ചാനലായിട്ട് തുടങ്ങുന്നതാണോ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ രീതിയിൽ വരുന്നതാണോ ബെറ്റർ? പലർക്കും ഇപ്പം ഫേസ് കാണിക്കാൻ അല്ലെങ്കിൽ അവർക്കൊരു അതും ഡിപ്പെൻഡന്റ് ആണ്. ഒരിക്കലും അത് പറയാൻ പറ്റത്തില്ല. കാരണം പക്ഷെ ഏറ്റവും സേഫ് എന്ന് പറയുമ്പോൾ ഒരാള് ഇൻഡിവിജ്വൽ ആയിട്ട് അയാളുടെ ഫേസ് കാണിച്ചാൽ അയാൾ തന്നെ ഒരു ബ്രാൻഡ് ആവുന്നതാണ്. ചാനൽ നെയിം ബ്രാൻഡ് ആകുന്നതാണ്. അയാൾ ഒരു ബ്രാൻഡ് ആകുന്ന ഒരു ഫേസ് കാണുമ്പോൾ ആൾക്കാർക്ക് ആ ആളോട് ഒരു ഫേവറിസം വരും. നമ്മൾ ചാനലിലോട്ട് ഇപ്പം കരിക്കുന്ന പറയുന്ന സംഭവത്തിനാണെങ്കിൽ പോലും ആ ക്യാരക്ടർ എല്ലാവർക്കുള്ള സ്നേഹമാണ്. ലോലൻ, ജോർജ്, അവരെല്ലാവരോടുള്ള സ്നേഹമാണ്. ആ ക്യാരക്ടേഴ്സ് എല്ലാം പോയി കഴിഞ്ഞാൽ കരിക്കുന്ന ആ ഒരു ഇത്രയും സ്വീകാര്യത കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, മൈൽ സ്റ്റോൺ ഇപ്പൊ ഒരു ബ്രാൻഡ് ആയല്ലോ ശരിക്കും പറഞ്ഞാൽ. അപ്പൊ നിങ്ങളെ ഭാഗത്തുനിന്ന് ഒരു പുതിയൊരാൾ വരികയാണെങ്കിൽ ഒരു സീക്രട്ട് സോഴ്സ് ഉണ്ടോ നമുക്ക് പെട്ടെന്ന് ഒന്ന് വൈറലാവാൻ? ഇന്ന സാധനം ചെയ്യാനായിട്ട് ഇത് ചെയ്താൽ വൈറലാവും, ഇത് ചെയ്താൽ ഇതാവുന്ന ചോദിച്ചാൽ നമ്മൾ ചെയ്തിട്ടൊന്നും കാര്യം അല്ലെ. നമ്മളിപ്പം ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഗ്യാരണ്ടി ഉള്ള ഒരു വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്ത് ഇത് ഇട്ടാവാടെ ഹിറ്റാ വിശ്വസിച്ച സാധനം കേറിയിട്ടുണ്ടാവില്ല. അങ്ങനത്തെ അവസ്ഥ വന്നിട്ടുണ്ട്. ഇതൊരു ആവശ്യമില്ലാതെ കേറുക, ചുമ്മാ എടുത്തല്ല ഇടാന്ന് വെച്ചാൽ സാധനം കേറിയിട്ടുണ്ട്. പക്ഷെ ഈ റവന്യൂ സ്റ്റാൻഡ് പോയിന്റില് അതിപ്പോ ആഡ്സൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ബ്രാൻഡ്സ് നമ്മൾ ഈ പെയ്ഡ് പോസ്റ്റുകളാണെന്നുണ്ടെങ്കിലൊക്കെ ബ്രോന്റെ എക്സ്പീരിയൻസ് ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഏതൊക്കെ നീഷുകളായിരിക്കും വരിക? ഫിനാൻസിന് ഇപ്പൊ നല്ല ഹയസ്റ്റ്, കാരണം ആ ഒരു പ്ലാറ്റ്ഫോമിലുള്ള ആഡ്സിന് നല്ല രീതിയിൽ പുഷ് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത് ഇതിനൊക്കെ ആയിരിക്കും. പിന്നെ ഈ ഇൻഷുറൻസ് അതിനൊക്കെ ആയിരിക്കും. പിന്നെ അപ്പൊ ഈ ഒരു ഹൈറാർക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും എന്റർടൈൻമെന്റ് ലോവസ്റ്റ് ആയിരിക്കും. എന്റർടൈൻമെന്റ് ലോവസ്റ്റ് ആയിരിക്കും. കാരണം എന്റർടൈൻമെന്റിൽ എല്ലാ ആഡും ഇടാൻ പറ്റുന്ന രീതിയിലായിരിക്കും എനിക്ക് തോന്നുന്നു. ഗെയിമിങ്ങിന്റെ അവസ്ഥ എന്താ? ഗെയിമിംഗ് ഇപ്പോ പലരും ഈ ഗെയിം പ്ലേ അപ്ലോഡ് ചെയ്യുന്ന ഭയങ്കര സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ചാനൽസ്. എന്നെ സംബന്ധിച്ച് ഇപ്പം ഗെയിമിന്റെ ഒരു ഡൗൺഫോൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പം ഗെയിം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മെയിൻ റവന്യൂ ജനറേഷൻ അതിനകത്ത് യൂട്യൂബ് അല്ലാതെ വേറെ പ്ലാറ്റ്ഫോമിൽ സ്ട്രീം ചെയ്യുമ്പോഴായിരുന്നു. ലോക്കോ എന്ന് പറഞ്ഞൊരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ ഗെയിം സ്ട്രീം ചെയ്യുമായിരുന്നു. ഈ പണ്ട് ഈ കാസ്ട്രോ ഒക്കെ ഭയങ്കരമായിട്ട് ഒരു സംഭവം വന്ന് അവർ ഏറ്റവും റവന്യൂ ജനറേറ്റ് ചെയ്തത്, ഗെയിമേഴ്സ് ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്തത് ഈഗിൾ ഗെയിമിംഗ് ഒക്കെ ആണെങ്കിൽ ലോക്കോയിലായിരുന്നു. ഇപ്പൊ ലോക്കോയിൽ ഭയങ്കര ക്രൈസിസ് ആണെന്നാണ് ഞാൻ കേട്ടത്. ലോക്കോയിൽ ഒരുപാട് ക്രിയേറ്റേഴ്സ് ലോക്കോയിൽ നിന്ന് മാറിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഓക്കെ, അത് ക്രിയേറ്റേഴ്സിന്റെ എണ്ണം കൂടി കോമ്പറ്റീഷൻ കൂടിയതുകൊണ്ടാണോ? ഓവർ പെയ്ഡ് ആയിരുന്നു തോന്നുന്നു. അതിപ്പോ കുറച്ചിട്ടുണ്ട്. ടെക്നോളജിനെക്കാളും കൂടുതൽ ശരിക്കും ഫിനാൻസിന് തന്നെ ആയിരിക്കും കിട്ടുക. ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് അത്യാവശ്യം നല്ല ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ളതിന് ചെയ്യുന്ന അല്ലെങ്കിൽ ഷസാമിന്റെ ടൈപ്പ് കോണ്ടന്റ്. എഫോൺ ടെക്കിന്റെ എനിക്ക് തോന്നുന്നു ടെക്നോളജി കാണാൻ വേണ്ടി ആൾക്കാർ, ടെക്നോളജി ബേസ് മാത്രം കാണുന്ന ആൾക്കാരാണ്. അതൊരു കൗതുകത്തിൽ കാണുന്ന ആൾക്കാരാണ്. അതൊരു ഫണ്ണുണ്ട്, സയൻസ് ഉണ്ട്. ഷസാമിന്റെ ടെക്കിന്റെ വീഡിയോ ആണെങ്കിൽ അതൊരു ഫണ്ണുണ്ട്. അത് പുള്ളിന്റെ ബേസിക്കലി അത് ടെക് വീഡിയോ ആണല്ലോ. എന്താടാ ഇതൊരു ആപ്പിളാണോ? ഇതെന്താ ആപ്പിളാണ്, നീ ആപ്പിളാണ്. പ്രസന്റേഷൻ സ്റ്റൈലും വേറെയാണ്, അത് കാണാനും കുറെ. അപ്പോ ബ്രോന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഫൈനാൻസ്, എഡ്യൂക്കേഷൻ,
ടെക്, ഇൻഷുറൻസ് റിലേറ്റഡ്, പിന്നെ ഏറ്റവും ലാസ്റ്റ് ആയി എന്റർടൈൻമെന്റ് ഗെയിമിംഗ് വരുന്നത് അല്ലെ. ഇപ്പൊ പെയ്ഡ് പോസ്റ്റിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ലെവലിൽ തന്നെയാണ് പോവുക കാര്യങ്ങൾ. യൂസ്വലി ഇപ്പം ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എനിക്കറിയാം, ആ ക്രിയേറ്ററിന്റെ പേര് ഞാൻ പറയുന്നില്ല, ആളുടെ വീഡിയോയിൽ ഒരു ഇന്റഗ്രേഷന് ജസ്റ്റ് ഒരു ഇന്റഗ്രേഷൻ 1 to 2 lakhs വരെ ഇന്റഗ്രേഷൻ വരുന്നുണ്ട്. നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് ശരിക്കും ഏകദേശം ഒരു മന്ത് എത്ര എമൗണ്ട് 1 million ഒരു കൗതുകം കൊണ്ട് ചോദിക്കാണ്. 1 million സബ്സ്ക്രൈബേഴ്സുള്ള കൺസിസ്റ്റന്റ് ആയിട്ട് വ്യൂ ഉള്ള എന്റർടൈൻമെന്റ് സബ്സ്ക്രൈബേഴ്സ് ഒരു ഫാക്ടർ അല്ല. അപ്പൊ ബ്രോ പറയുന്നത് ഈ റവന്യൂല് സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള മാറ്ററേ അല്ല, അല്ല, വ്യൂ മാത്രമായിരിക്കും. വ്യൂ മാത്രമാണ്. സബ്സ്ക്രൈബേഴ്സ് കൊണ്ട് റവന്യൂല് എന്ത് വ്യത്യാസം എനിക്ക് ഈ പറഞ്ഞ നോട്ടിഫിക്കേഷനിലെ ആൾക്കാർ കാണുന്ന സാധനം എനിക്ക് അത്രയും വർക്കായിട്ട് തോന്നിയിട്ടില്ല. ഒരു കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളുകളാണെങ്കിലും അവരുടെ വീഡിയോക്ക് വ്യൂ ഉണ്ടെങ്കിൽ അതാണ് ഫിനാൻസ്. പിന്നെ കുറച്ച് ഒരു പഴക്കം വന്ന ചാനലിലാണെങ്കിൽ പെട്ടെന്ന് ആഡ് പ്ലേസ് ചെയ്യാനും ആഡ് സ്യൂട്ടബിൾ ആവാനും, ഇപ്പം നമ്മളിപ്പോ ഗൂഗിൾ ഇപ്പൊ എപ്പോഴും ആഡ് സെർവ് ചെയ്യുന്ന ഒരു ചാനലിലോട്ട് ഗൂഗിളിന് കൂടുതൽ കൺഫ്യൂഷൻ ഇല്ല. ഇന്ന ആഡ്സ് ആണ് ഈ ചാനലിൽ ആക്റ്റീവ് ആയപ്പോ പുതിയൊരു ചാനലിലോട്ട് വരുമ്പോ യൂട്യൂബ് അത് സ്റ്റഡി ചെയ്യുന്ന ഒരു ലേണിംഗ് പീരീഡ് ഉണ്ടാവും. അപ്പൊ അത് പല ആഡ് പ്ലേസ് ചെയ്ത് അപ്പൊ ആ ഒരു വീഡിയോ റണ്ണായി 1 million അടിച്ചാലും ആ വീഡിയോ റണ്ണായി റവന്യൂ ഒരു കോൺസ്റ്റന്റ് ആണ്, സ്റ്റേബിൾ ആകാൻ കുറച്ച് ടൈം എടുക്കും പുതിയ ചാനൽസ്. റവന്യൂ നമുക്ക് യൂട്യൂബ് റവന്യൂ വളരെ കുറവാണ്. ഫേസ്ബുക്കും നമ്മുടെ ഇന്റഗ്രേഷൻ എല്ലാം കൊടുത്തിട്ട് സ്റ്റാഫിനെല്ലാം കൊടുത്ത് നമുക്ക് കഞ്ഞി വെച്ച് ഇപ്പൊ എന്റർടൈൻമെന്റ് നീഷിലെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ബ്രോ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പൊ റവന്യൂ ആണെന്നുണ്ടെങ്കിലും ബ്രാൻഡ്സ് കോണ്ടാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്. ഇപ്പൊ കറക്റ്റ് വ്യൂവിന്റെ കേസ് മാത്രമേ വ്യൂ ഡിപ്പെൻഡന്റ് ആണ് നമ്മുടെ റവന്യൂ എന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും എന്റർടൈൻമെന്റ് നീഷില് മലയാളത്തില് ഒരു 100K വ്യൂ ഉള്ള ഒരു ലോങ് വീഡിയോ ആണെന്ന് വിചാരിക്കാം, ലെറ്റ്സ് സേ ഒരു 10-20 മിനിറ്റ്സുള്ള വീഡിയോ. അതിന് 100K വ്യൂസ് നമ്മൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഏത് റേഞ്ചിൽ പോകും അതിന്റെ ഒരു റവന്യൂ? ലൈഫ് സ്റ്റൈൽ ബ്ലോഗേഴ്സിന് ഭയങ്കര റവന്യൂ കുറവാണ്. അവർക്ക് ഒരു ആവറേജ് $30 to $40 ആയിരിക്കും 100K. പക്ഷെ ആളുടെ പോലെ ഇരിക്കും കേട്ടോ, ഭയങ്കര ഫാൻ ബേസ് ഉള്ള ഒരാൾക്ക് ആളുടെ എല്ലാ മിനിറ്റ്സിൽ സെക്കൻഡ്സ് വീഡിയോ വരെ ഫുള്ള് കാണുന്ന ഒരാൾക്ക് ചിലപ്പോൾ നല്ല റവന്യൂ ഉണ്ടാവും. അപ്പം എന്റർടൈൻമെന്റ് നോക്കുകയാണെങ്കിൽ ആവറേജ് $30 to $40 or $30 to $50 ആയിരിക്കും 100K വ്യൂസ് വരുന്ന സമയത്ത്. അത് നേരെ ഒരു 1 million വ്യൂ ഒക്കെ കയറുന്ന സമയത്ത് അതേ റേഷ്യോ തന്നെ, ആ ഒരു റേഷ്യോ തന്നെ. RPM ചേഞ്ച് ഉണ്ടാവും. RPM ചേഞ്ച് ഡിപ്പെൻഡ് ഓൺ കണ്ടന്റ് രീതിയിലായിരിക്കും. ഇപ്പം പറഞ്ഞ ഈ ധ്യാന്റെ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുണ്ട്, ഇപ്പം സന്തോഷ് ജോർജ് കുളങ്ങര, അല്ലെങ്കിൽ യൂസഫ് അലി, അല്ലെങ്കിൽ കുഞ്ഞു മമ്മൂക്ക, ലാലിന്റെ പോലും പറയൂല, അവരെക്കാട്ടും കുറച്ചുകൂടെ ആൾക്കാർക്ക് കണ്ട് ഫുള്ള് ഇരിക്കാനുള്ള ഒരു സംഭവമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ ടോക്ക് അത് ഇന്റർവ്യൂ ആവണമെന്നില്ല, അവർ ഇന്ന് സംസാരിച്ചാൽ പോലും അവരുടെ റിട്ടൻഷൻ വാല്യൂ ഭയങ്കര കൂടുതലാണ്. ഇപ്പൊ നമ്മളിപ്പോ ധ്യാന്റെ ഇപ്പം പറഞ്ഞു, അപ്പൊ നമ്മൾ കഥ പറഞ്ഞ ഫുള്ള് കേട്ടിരിക്കും, നമ്മളത് സ്കിപ്പ് ചെയ്ത് കേട്ടിട്ട് ഫാക്ട് കിട്ടില്ല. അപ്പൊ അതാണ് ഒരു കണ്ടിരുന്ന് പോണം ഒരു സാധനം മൊത്തം. ഒരു 10 മിനിറ്റ് ആണെങ്കിലും 20 മിനിറ്റ് ആണെങ്കിലും 25 മിനിറ്റ് ആണെങ്കിലും അതിന് റിട്ടൻഷൻ വാല്യൂ എത്രയുണ്ടോ, കാരണം ഓരോ ആഡ് ഇങ്ങനെ ഓരോ സെക്കൻഡ്സിൽ ഇത്രയും മിനിറ്റ്സിൽ സർവ് ചെയ്യും. അപ്പൊ അത് മൊത്തം പ്ലേ ചെയ്ത് പോവുക, അല്ല അത് മൊത്തം ഇപ്പൊ നോൺ സ്ക്രിപ്റ്റബിൾ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തതാണ്. സ്കിപ്പ് ചെയ്യാത്ത ആടൊക്കെ വരുമ്പോ അതിന്റെ ആ ഒരു ഫ്ലോയിൽ വരുമ്പോ നമുക്ക് അതിന്റെ ടെൻഷൻ വാല്യൂ. അപ്പൊ ശരിക്കും മമ്മൂട്ടിനേക്കാളും മോഹൻലാലിനേക്കാളും ഒക്കെ ഇന്റർവ്യൂവിന് നമുക്ക് റവന്യൂ കൂടുതൽ കിട്ടുന്ന ധ്യാൻ ശ്രീനിവാസനെ പോലെയുള്ള ആളുകളുടെ ആണെന്നാണ് വ്യൂസ് അല്ല കേട്ടോ ഞാൻ പറയുന്നത്, വ്യൂസ് റവന്യൂ പാർട്ടാണ്. ഇപ്പോ 100K വ്യൂസ് വരുന്ന സമയത്ത് ഒരു $30 to $50 നമുക്ക് ക്ലോക്ക് ചെയ്യാൻ പറ്റും. വളരെ ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞ എന്റർടൈൻമെന്റ് നീഷ് ആണെങ്കിലും വ്യത്യാസം ഉണ്ടാവില്ല, ഫിനാൻസ് കമ്പാരിറ്റീവ്ലി കൂടുമായിരിക്കും. അപ്പൊ അതിന്റെ ഓഡിയൻസ് കൗണ്ടും കുറവായിരിക്കും, എന്റർടൈൻമെന്റ് അത്രയും ഇല്ലാത്ത. ഇപ്പൊ പുതിയൊരാള് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു യൂട്യൂബറായിട്ട് പുതിയൊരാള് വരുമ്പോ അയാൾ ശരിക്കും ഇപ്പോഴത്തെ ട്രെൻഡ് ഷോർട്സ് ആണ് ഇപ്പൊ കൂടുതൽ റീച്ച് ഉള്ളതൊക്കെ. അപ്പൊ അയാൾ ഷോർട്സിൽ തുടങ്ങുന്നതായിരിക്കും അല്ലേ ബെറ്റർ ആവുക ഒരു ലോങ് കോണ്ടന്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ. പക്ഷെ ഓൺ ദി അതർ ഹാൻഡ് ലോങ് കോണ്ടന്റിലാണ് നമുക്ക് റവന്യൂ പോസിബിലിറ്റി കൂടുതലുള്ളത്. റവന്യൂ ബേസ് എപ്പോഴും ലോങ് ഫോം വീഡിയോസിലാണ് റവന്യൂ
ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. ഷോർട്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 1 million കിട്ടിയാൽ പോലും $10 കിട്ടൂല. ഏത് നീഷാണെങ്കിലും മലയാളത്തില് 1 million വ്യൂ ഷോർട്സിൽ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര $10 മാക്സിമം $20. അപ്പൊ ശരിക്കും പക്ഷെ വ്യൂ ഒരു ബിഗിനറിന് ശരിക്കും വ്യൂ ഉണ്ടാക്കാൻ ഷോർട്സ് ചാനൽ ഡെവലപ്പ് ചെയ്യാൻ ഷോർട്സ് ആയിരിക്കും. സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കയറാൻ 19:7 ഇതില് നമ്മള് ഒരു ഷോർട്സ് കാണും. അതിന്റെ സൈഡ് ആ ചാനലിന്റെ പേരിന്റെ അപ്പുറത്ത് തന്നെ സബ്സ്ക്രൈബ് എന്ന് ബട്ടൺ കാണും. അത് ഭയങ്കര ബൾച്ചായിട്ടാണ് കാണുന്നത്. അപ്പൊ നമുക്കത് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ. പക്ഷെ അവിടെ ഞാൻ എന്റെ ഒരു വേറെ കൺസെപ്റ്റ് ചോദിക്കട്ടെ. നമ്മളിപ്പോ ഷോർട്സ് ആക്സിഡന്റൽ ആയിട്ടായിരിക്കും നമ്മൾ പലതും ഡിസ്കവർ ചെയ്യുക. നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്കത് ലോങ് ഫോർമാറ്റ് വീഡിയോസ് യൂട്യൂബിൽ നമ്മൾ ചൂസ് ചെയ്യണം. ഇവിടെ ഒരു ടൈമിങ്ങിന്റെ ആവശ്യമില്ല ഷോർട്സിന്. പക്ഷെ അവിടെ വ്യൂ കൂടുകയും സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കുറേ ആയിരിക്കില്ലേ ചെയ്യുക ഷോർട്സിന്റെ കേസിൽ. ഇതിങ്ങനെ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോ കണ്ടു നെക്സ്റ്റ് ഇങ്ങനെ പോകില്ല ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും കൂടുതലാണ്. ഷോർട്സിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നമുക്കിപ്പം ഷോർട്സ് ഏറ്റവും കൂടുതൽ ഷോർട്സിനെക്കാളും വ്യൂ നമുക്ക് ശരിക്കും റീലിന് കിട്ടുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പൊ ഈ ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു മോണിറ്റൈസേഷൻ പാർട്ട് എങ്ങനെയാ? അറിവ് ശരിയാണെങ്കിൽ മെറ്റ ഇനി റീൽസ് ഇൻസ്റ്റയില് റീൽസിന് റവന്യൂ കൊടുക്കുന്നതിനെക്കാട്ടും ത്രെഡ്സിലെ റീൽസിന് റവന്യൂ കൊടുക്കാനാണ് ചാൻസ് കൂടുതൽ. അവര് ട്രെൻഡ്സ് ഒന്ന് അപ്പ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ റീൽസ് ഇപ്പം റവന്യൂ കൊടുത്തില്ലെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മളാണെങ്കിലും റീൽ ഇടും. നമുക്ക് റീച്ചാണ് വേണ്ടേ. നമുക്ക് റീൽസ് ഇട്ടില്ലെങ്കിൽ നമ്മുടെ ഒരു റെപ്യൂട്ടേഷൻ ബാധിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിയതുകൊണ്ട് മോട്ടിവേഷൻ കിട്ടിയില്ലെങ്കിലും വി വിൽ ഡു ദാറ്റ്. അപ്പം ത്രെഡ്സിൽ നമ്മൾ ആരും നിങ്ങൾ ഇടാറുണ്ടോ ത്രെഡ്സിൽ? അപ്പൊ അങ്ങനെ ഒരു ഇത് വരുമ്പോ ത്രെഡ്സിൽ ആൾക്കാർ ആ ഒരു ഇത് പൊക്കി കൊണ്ടുവരാൻ അവരുടെ ഭാഗത്തു നിന്ന് എന്തായാലും ഫണ്ട് ഇറക്കാൻ. ഫേസ്ബുക്ക് ഒരു 2021 ടൈമിലൊക്കെ ബോണസ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് $1 million പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബോണസിന് വേണ്ടി മാത്രമായിട്ട് ഫേസ്ബുക്ക് മെറ്റയിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിന് വേണ്ടി മാത്രം. എന്നുവെച്ചാ റവന്യൂ സാധാ റവന്യൂ അല്ലാതെ ഇത് നീ പിടിച്ചോ റവന്യൂ ഒരു ബോണസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതേ ഒരു ക്യാമ്പയിൻ ത്രെഡ്സിൽ ഇറങ്ങാൻ ചാൻസ്. യൂട്യൂബിന്റെ ഈ ഒരു ആഡ്സെൻസ് എന്ന് പറഞ്ഞ പാട്ട് മാറ്റി നിർത്തുകയാണെങ്കിൽ പിന്നെ ഫിനാൻസിന്റെ എന്തൊക്കെയാണ് നിങ്ങൾ? ബ്രാൻഡിങ് എൽ ബാൻസ് നമുക്ക് പ്രീ റോൾ ഉണ്ട്, മിൻ റോൾ ഉണ്ട്, ബാനർ ആഡ്സ് ഉണ്ട്, പിന്നെ എൽ ബാൻസ്, ലോഗോസ്, പിന്നെ ഇന്റിഗ്രേഷൻസ്. 100K സബ്സ്ക്രൈബേഴ്സ് ഉള്ള കൺസിസ്റ്റന്റ് ആയിട്ട് വ്യൂ ഉള്ള ഒരു ചാനലിന്റെ കേസിലൊക്കെ അവർക്ക് ഇത്ര എമൗണ്ട് ഒക്കെ വാങ്ങാം. അങ്ങനെ എന്തെങ്കിലും ഇവിടെ ഇപ്പം ബ്രാൻഡിങ് കൂടുതൽ എല്ലാവരും കൊടുക്കുന്നത്, ഇവിടുത്തെ ബ്രാൻഡ്സ് കൊടുക്കുന്നത് ഇത്രയും വ്യൂസിന് ഇത്രയും രൂപയാണ്. ഇപ്പം ഇൻട്രോൾ ആണെങ്കിലും എൽ ബാൻഡ് ആണെങ്കിലും ഇത്രയും വ്യൂസ് പ്രൊവൈഡ് ചെയ്ത ഇത്രയും രൂപ. അപ്പൊ അവിടെ സബ്സ്ക്രൈബേഴ്സ് കൺട്രോൾ മാറ്റർ അല്ല. ഇപ്പൊ 1 million ആണ് പറയും. 1 million ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു 10,000 രൂപയാണ് പറയുന്നതെങ്കിൽ 1 million എങ്ങനെ ആയാൽ മതി. അത് 1 വീഡിയോയിൽ വേണമെന്നില്ല. അതിന്റെ രീതിയിൽ വലിയ രീതിയിൽ ബാർഗനിങ് നടക്കാറുണ്ട്. അതൊക്കെ ആരുടെ ഡീൽ ചെയ്യുന്ന വേറെ സ്റ്റാഫ്സും കാര്യങ്ങളൊക്കെ ടീമുണ്ട്. ഇപ്പം കുറെ സ്കോപ്സ് ഉണ്ടല്ലോ. അതായത് ഇപ്പം എ ഒക്കെ വന്ന സ്ഥിതിക്ക് നമുക്ക് എനെ വെച്ചിട്ട് നമുക്ക് ഫേസ്ലെസ് ആയിട്ട് വീഡിയോ ചെയ്യാം. അതിന് ഭയങ്കരമായിട്ടുള്ള സ്കോപ്പില്ലേ? എന്റർടൈൻമെന്റിൽ ഫേസ്ലെസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൂള് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യും. നമ്മൾ എന്തെങ്കിലും ഇപ്പം സൗണ്ടിൽ എന്തെങ്കിലും ഇറർ വന്നാലോ അത് അഡോബിന്റെ ഒരു സൗണ്ട് സാധനമുണ്ട്. നമ്മളത് മൊത്തം നമ്മളെ ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് ഒക്കെ എറേസ് ചെയ്തിട്ട് പ്രോപ്പർ വോയിസ് ക്ലിയർ ചെയ്യുന്ന സാധനമുണ്ട്. അത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പം നമ്മളിപ്പം ഒരു പോഡ്കാസ്റ്റിൽ ഇന്റർവ്യൂ സാധനമാണെങ്കിൽ ഇപ്പം അത് ആ ഒരു ടൂഡേ ഇപ്പം പ്രീമിയർ പ്രോയില് വന്നിട്ടാണ് കിട്ടുന്നത്. അത് തന്നെ എഡിറ്റ് ചെയ്യും. ഓക്കെ, ആരാണ് സംസാരിക്കുന്നത് ആളുടെ ഫേസ് 3 ക്യാം വിഷ്വൽസ് ഉണ്ടെങ്കിൽ ആരാണോ സംസാരിക്കുന്നത് ആളുടെ സാധനം കറക്റ്റ് ഇങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ലോഞ്ച് ചെയ്ത് വരുന്നുണ്ട്. അതൊക്കെ വലിയൊരു അതിപ്പം എഡിറ്റേഴ്സിനും പക്ഷെ ഭയങ്കര ഒരു ശരിക്കും പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റിനെ മാത്രമേ ബാധിക്കൂല എന്നുള്ള ഒരു ടോക്ക് ഉണ്ടായിരുന്നു ഇതിനു മുന്നേ. അതായത് അത് ആൾക്കാർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്യാൻ ചാറ്റിവിറ്റി ഉണ്ട്. അതുപോലെ എല്ലാം കൈയടക്കല്ലോ. കുറച്ചുകൂടെ കഴിയുമ്പോൾ ശരിക്കും ഒരാൾ നേരിട്ട് പ്രസന്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വീഡിയോസിന് സ്കോപ്പ് ഉണ്ടാവൂലേ? ക്ക് സ്കോപ്പ് ഉണ്ട്. ഈ നെ നമ്മളൊരു പഠിപ്പിക്കുമല്ലേ, അപ്പൊ അതിനൊരു സ്പേസ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നെ ഇപ്പൊ എത്ര വലിയത് വന്നാലും എഡിറ്റേഴ്സ് എനിക്ക് വേണം. അല്ലെങ്കിൽ എനിക്ക് വേണ്ട എല്ലാ ടീമും അതേപോലെ തന്നെ വേണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു ഈ അഡോബിന്റെ സോങ്ങിന്റെ
സൗണ്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഇറേസ് ചെയ്യുന്ന സംഭവം. അത് പക്ഷെ നമുക്ക് അത്രയും അക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല ഈ ടൂൾ യൂസ് ചെയ്തുകൊണ്ട്. കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് ഇടയ്ക്ക് അവര് തന്നെ നമ്മളിപ്പോ പറയുന്ന വാക്കുകൾ അവര് തന്നെ അത് വേറെ വേർഡ്സ് ആക്കി എടുക്കുന്നു. അപ്ഡേറ്റ് ആവാൻ ചാൻസസ് ഉണ്ടാവും. ഇപ്പൊ സ്ക്രാച്ച് നിന്ന് തുടങ്ങണം, സീറോ സ്റ്റാർട്ട് ചെയ്യണം ഒരു ഈ സെയിം യൂട്യൂബ് ബിസിനസ് എന്റർടൈൻമെന്റ് ചാനലിന്റെ. അപ്പൊ എങ്ങനെയായിരിക്കും ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ഒരു റവന്യൂ ജനറേഷൻ വരെയുള്ള ഒരു സ്റ്റെപ്സ് എന്തൊക്കെയായിരിക്കും ഇതിൽ ചെയ്യുക? അന്ന് ഞാൻ ചാനൽ തുടങ്ങിയോ സീറോ ഇൻവെസ്റ്റ്മെന്റ്, ഒരു മിനിമൽ ഇൻവെസ്റ്റ്മെന്റിലാണ്. ജസ്റ്റ് ഒരു ക്യാമറ അല്ലെങ്കിൽ 1-2 ക്യാമറ, ബാക്കി എക്യുപ്മെന്റ്സ് ഭയങ്കര ഒരു മിനിമലിലാണ് തുടങ്ങിയത്. ഇന്ന് ഞാൻ നല്ലൊരു ബഡ്ജറ്റില് നല്ലൊരു ക്യാപിറ്റലില് തുടങ്ങുള്ളൂ. ഇപ്പൊ അങ്ങനെ ചെയ്തിട്ട് എന്റെ രീതികളും അങ്ങനെയായി. അപ്പൊ എനിക്കിനി പണ്ടെന്ന് ഞാൻ പോയി വിഷ്വൽ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്, ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ പ്രസ് മീറ്റിൽ പോയിട്ട് ക്യാമറ വെച്ചിട്ടുണ്ട്. അതൊന്നും മോശമൊന്നും അല്ല പറഞ്ഞു. നമ്മൾ അങ്ങനെ ചെയ്തു തുടങ്ങിയവരാണ്. അപ്പൊ നമ്മൾ ഇനി അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളത് ഇപ്പൊ എങ്ങനെയാണോ മൈൽ സ്റ്റോൺ ഞാൻ കൊണ്ടുപോകുന്നത് അതേ രീതിയിൽ തന്നെ കൊണ്ടുപോകാനാണ് എനിക്ക് വേണം. അപ്പൊ അതൊരു ഇനിഷ്യൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ തുടങ്ങൂല. ആൻഡ് ഈ പറഞ്ഞ പോലെ ഷോർട്സും ഇതൊക്കെ രീതി തന്നെയാണ്. എന്തായാലും ഇത്രയും ആയ സ്ഥിതിക്ക് നമുക്ക് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു കറേജ് വന്നിട്ടുണ്ട്. അതെ, നമുക്കാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ട്. നമ്മള് ഒരു സംഭവം ചെയ്യാനായിട്ടാണെങ്കിൽ നമ്മളത് ഒന്നും എടുത്തിട്ടില്ല. നമ്മള് അപ്പൊ ഈ ഒരു ബിസിനസ്സിലേക്കാണോ ഇതിലോട്ടും വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിലോട്ടൊരു ഇൻവെസ്റ്ററിനെ ഇപ്പം തൽക്കാലം നോക്കുന്നില്ല. ഓക്കെ, നിങ്ങളുടെ ടീം ഈ യൂട്യൂബ് SEOയില് എത്ര പ്രൊഫഷണൽ ആണ്? എന്തൊക്കെ കാര്യങ്ങൾ ആ ഒരു മേഖലയിൽ ചെയ്യുന്നത്? അങ്ങനെ ബെറ്റർ ഇപ്പോ എന്റർടൈൻമെന്റ് തന്നെ നമ്മള് മലയാളത്തിൽ തന്നെ കുറെ ചാനൽസ് ബെറ്റർ ആയിട്ട് റാങ്ക് ചെയ്താലാണല്ലോ ബെറ്റർ ട്രാഫിക് കൺവേർഷൻ ഒക്കെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അല്ല തന്നെ വൈറലായി പോയിട്ട് അത് നമുക്കിപ്പം ചെയ്ത നമ്മളിപ്പം യൂട്യൂബ് സ്റ്റുഡിയോയിലെ അനാലിറ്റിക്സിൽ നമുക്ക് ലാസ്റ്റ് 48 hours ലാസ്റ്റ് 60 minutes ഏതൊക്കെ വീഡിയോ ആണ് റൺ ചെയ്യുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ വീഡിയോസ് ഏതൊക്കെയാണ്, അത് ഏത് ഷോർട്സ് ആയിരിക്കാം, ലോ ഫോം വീഡിയോസ് ആയിരിക്കാം. അപ്പൊ അത് കോൺസ്റ്റന്റ് ആയിട്ട് എത്ര ദിവസങ്ങൾ ആ വീഡിയോസ് ആ ഒരു ടൈം ലൈനിൽ നിൽക്കുന്നുണ്ടെന്ന് നോക്കുക. 48 hours 60 minutes. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് പിന്നെയും ആ ഒരു ടൈം പീരിയഡിൽ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ ഷോർട്സ് ചെയ്തിട്ട് ഇട്ടു, ഒരു 3-4 പോഡ്കാസ്റ്റ് നിങ്ങൾ ഇട്ടു. അപ്പൊ എന്റെ ഒരു 4 ഷോർട്സ് ഇപ്പം ലാസ്റ്റ് 60 minutes ടോപ്പിൽ നിൽക്കുന്നുണ്ട്, വ്യൂസ് കൗണ്ടിൽ കൂടുതൽ നിൽക്കുന്നുണ്ട്. അപ്പൊ പിന്നെ എന്റെ റീൽസ് തന്നെ കൊണ്ടിടുക സെയിം ടൈം. ആ എന്റെ വ്യൂസ് കൗണ്ട് എത്രയോളം ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ടോ, ഞാൻ ആ ഒരു വീഡിയോക്ക് എത്രയോളം കൗണ്ട് അവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ടോ അത്രയും നാൾ ആ കൗണ്ട് കൊടുക്കുക. അല്ലെങ്കിൽ ലോങ് ഫോം ആണെങ്കിൽ പിന്നെ എന്നെ ഇന്റർവ്യൂ വിളിച്ചിട്ടാക്കുക. അപ്പൊ നമ്മള് തൊപ്പീനെ ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് അങ്ങനെയാണ്. തൊപ്പിക്ക് ഭയങ്കര ഹൈ റിട്ടൻഷൻ വാല്യൂ ഉണ്ട്, അതുപോലെ തന്നെ വ്യൂസും ഭയങ്കരമായിരുന്നു. മലയാളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വ്യൂസ് വന്ന ഇന്റർവ്യൂ തൊപ്പീന് നമ്മുടെ ചാനൽ ഇൻക്രീസ് ആണ്. 5.5 million ആണ് ഇന്റർവ്യൂന്റെ. SEO വൈസ് നമ്മള് മറ്റേ കീവേഡ് ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാറുണ്ടോ? അത് വെബ്സൈറ്റ്സിലും യൂട്യൂബ് SEOയിലും അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ടാഗ്സിൽ നമുക്ക് ചെയ്യാം. ടാഗ് റിലേറ്റഡ് ടാഗ് നമുക്ക് ഒരു ടാഗ്സിൽ ആഡ് ചെയ്തിട്ട് ബാക്ക്ലിങ്സ് എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മളിപ്പോ സ്പെസിഫിക് ഫോർ എക്സാമ്പിൾ ഇപ്പോ നമ്മളെ വീഡിയോ പുതിയ അറിവാണെങ്കിൽ ഞാൻ അറിയട്ടെ. അല്ല, ഹൗ ടു ഓപ്പറേറ്റ് സോണി ആൽഫ എന്നുള്ളതാണ് എന്ന് വിചാരിക്കാം. അതിന്റെ മുകളിൽ നമ്മൾ വീഡിയോ ഉണ്ടാക്കിയത് ഹൗ ടു ഓപ്പറേറ്റ് സോണി ആൽഫ എന്നുള്ളതാണ് നിങ്ങളുടെ എൻറ്റയർ കീവേഡ്. ആ കീവേഡ് ടൈപ്പ് യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 10 വീഡിയോ ഉണ്ടാവും. നമ്മുടെ വീഡിയോ ചിലപ്പോൾ സെക്കൻഡ് പേജിലായിരിക്കും ഉണ്ടാവുക. അപ്പോ കുറെ വെബ്സൈറ്റ്സിൽ ഈ ഒരു വീഡിയോ നമ്മൾ ഐഫ്രെയിം വെബ്സൈറ്റ് പോർട്ടൽസിൽ നമ്മുടെ ലിങ്കിങ് വെച്ചിട്ട് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഇതൊരു ഓക്കെ ഇത്രയും വെബ്സൈറ്റ്സ് ഈ ഒരു വീഡിയോ പല ട്രാഫിക് സോഴ്സിൽ നിന്ന് ഈ വീഡിയോ അപ്പാവുന്നതനുസരിച്ച് യൂട്യൂബ് സെർച്ചിൽ അപ്പാവുന്ന അതുണ്ട് യൂസ് ചെയ്യാറുണ്ട്. റൈറ്റ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് ഞാൻ 2 സ്ഥലത്ത് വായിച്ചാണ്. ഇപ്പോ നോർമലി ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിന് വ്യൂസ് ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഹൈ റിട്ടൻഷൻ വ്യൂ മേടിക്കും, പിന്നെ ലൈക്സ് മേടിക്കും, കമന്റ്സ് മേടിക്കും. അങ്ങനെ ഒരു ഇനീഷ്യൽ പുഷ് കൊടുക്കും. എന്നിട്ട് ആ ഒരു ആൽഗോരിതം പിടിക്കുന്നവരെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഗോ വൈറൽ
എന്നുള്ള അങ്ങനെ ഒരു മെത്തേഡ് കേട്ടിട്ടുണ്ട്. നമ്മൾ ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്യുന്നവരാണ്. കാരണം ഇവിടെ ഇറങ്ങുന്ന പല സിനിമയുടെ ട്രെയിലേഴ്സും മ്യൂസിക്സും ഈ ഒരു സാധനം ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം അവിടെ ഒരു ഇത്രയും വലിയൊരു പടം, ഭയങ്കര ബഡ്ജറ്റ് ഒരു പടം, ആ പടത്തിന്റെ മ്യൂസിക് ആ ഒരു പർട്ടിക്കുലർ ഭയങ്കര ഒരു എക്സ്ക്ലൂസീവ് ട്രെയിലർ ഇറങ്ങുവാണ്. 1 hourൽ ഇത്രയും വ്യൂസ് വന്നില്ലെങ്കിൽ അത് ആ പടത്തിന് തന്നെ ബാധിക്കുന്ന കാര്യമാണ്. ബ്രോ തന്നെയാണ് എല്ലാം എന്ന് പറഞ്ഞിട്ട് HR-ഉം CEO-യും എല്ലാം ബ്രോ തന്നെയാണ്. അതൊക്കെ ഞാൻ തന്നെയാണ്. പക്ഷെ ഇവർക്ക് എന്റെ ഫ്രണ്ട് ഉണ്ട്, അവനാണ് ഒരു മാനേജറായിട്ട്. അപ്പൊ ക്യാമറ ടീമും ഇതൊക്കെ ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഡിറ്റിംഗ് ടീം, അപ്പൊ അവർക്ക് വേണ്ട വർക്ക് ഓരോ ഡേ രാവിലെ ഇട്ട് കൊടുക്കും. അത് പ്രൊവൈഡ് ചെയ്ത് അവരത് ഫോളോ അപ്പ് ചെയ്യും, നമ്മളത് ക്രോസ് ചെക്ക് ചെയ്യുന്ന മാത്രമുള്ള കാര്യമാണ്. ഇപ്പൊ അങ്ങനത്തെ ഒരു സിസ്റ്റമാറ്റിക് രീതിയിലാണ് നമ്മളിപ്പോ പോകുന്നത്. ഔട്ട് പോകുന്ന വീഡിയോസ് എല്ലാം ബ്രോ ചെക്ക് ചെയ്യാറുണ്ടോ? അല്ല, ഔട്ട് ഫുള്ള് ഞാൻ ചെക്ക് ചെയ്യാറില്ല, ചെക്ക് ചെയ്യാൻ ടീമുണ്ട്. അപ്പൊ വീഡിയോ ഐഡിയാസിന് വേറെ ഒരു ടീമുണ്ടോ? ഒരു മറ്റേ തിങ്ക് ടാങ്ക് എന്നൊക്കെ പറയുന്ന രീതിയിൽ കമ്പനീസ് ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു ടീമാണ്. അപ്പൊ അവരായിരിക്കും ഈ ഐഡിയാസ് കൊണ്ടുവരുന്നത്. പിന്നെ അത് ഷൂട്ട് ചെയ്യാൻ വേറൊരു ടീമും, എഡിറ്റ് ചെയ്യാൻ വേറൊരു ടീമും, ക്രോസ് ചെക്ക് ചെയ്യാൻ വേറൊരു ടീം. ഈ ഒരു ഫ്ലോയിലായിരിക്കും നടക്കേണ്ടവർ. അപ്പോ നേരത്തെ ബ്രോ പറയുന്നത് ഈ ക്ലയന്റ് റിലേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അപ്പൊ ഈ ഇന്റർവ്യൂസ് അറേഞ്ച് ചെയ്യുന്നത് ഇവരാണോ, അല്ലെങ്കിൽ ഈ ടൈം ടു ടൈം മൂവി റിലീസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അവരാണോ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്? പ്രൊമോഷൻസിൽ നമുക്ക് ഫിലിം റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് കൂടുതലും സമീപം എല്ലാവരും ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യും. ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യും. പിന്നെ നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ഇന്റർവ്യൂസ് നമുക്ക് റിലേഷൻ മാനേജ്മെന്റ് ടീമുണ്ട്, 2 പേർക്കുള്ള ഒരു വലിയ ടീമുണ്ട്. അപ്പൊ അവര് കൊച്ചി തന്നെയാണ്. അപ്പൊ അവര് ഇങ്ങനെ ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്തിട്ട്. അപ്പൊ ഒരു കരിയർ എന്നുള്ള നിലയിൽ നമുക്ക് ഈ യൂട്യൂബ് ബിസിനസ് ശരിക്കും ഒരു ലോങ് ടൈം ആക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നാണ്. യൂട്യൂബ് ഈ കോൺസ്റ്റന്റ് ആയിട്ട് ഈ റിലവന്റ് ആയിട്ട് ഇതേപോലെ നിൽക്കാൻ പറ്റുവാണെങ്കിൽ, നമ്മൾ അതിനൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്യൂച്ചറിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് ഇപ്പം നമ്മളിപ്പോ ജസ്റ്റ് ഒരു ഇന്ന മാസം എനിക്ക് ഇത്ര റവന്യൂ കിട്ടാൻ വേണ്ടി ഇത്രയും വീഡിയോ ചെയ്യണം, അങ്ങനത്തെ ഒരു മെന്റാലിറ്റി അല്ലാതെ ചിലപ്പം നമ്മൾ ഉദ്ദേശിച്ച റവന്യൂ ഒരു മാസം കിട്ടിയില്ല എന്ന് വെക്കാം, അല്ല 2-3 മാസം നമ്മൾ ലോസിലായിരിക്കാം. ഇപ്പൊ നമുക്കെന്ന് പറയുമ്പോൾ ഒരു ടീമുണ്ട്, അപ്പൊ നമുക്ക് ഒരു എക്സ്പെൻസ് ഉണ്ട്, ഇത്രയും എക്സ്പെൻസ് ഉണ്ട്, മന്ത്ലി എക്സ്പെൻസ് ഉണ്ട്. അപ്പൊ നമുക്കത് അച്ചീവ് ചെയ്യണ സാധനമാണ്. ചില ആൾക്കാർ ഇപ്പൊ ഈ പറഞ്ഞ ആൾക്കാർ, ഇനി ഒറ്റയുള്ള ആൾക്കാർക്ക് അവർക്ക് ആസ് എ ഇൻഡിവിജ്വൽ ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ അവർക്ക് വലിയ എക്സ്പെൻസ് ഉണ്ടാവില്ല, പക്ഷെ അവർക്കൊരു ടാർഗറ്റ് ഉണ്ടാവും. പക്ഷെ അത് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ബാക്കൗട്ട് ചെയ്യില്ല. പണ്ടോട്ടുള്ള ആരും നിർത്തിപ്പോയിട്ടാണ് എനിക്കധികം പോയിട്ട് നമ്മൾ ആരും കേട്ടിട്ടില്ല. ഈ പണ്ട് പറയുന്ന പോലെ നമ്മുടെ നാട്ടില് പെട്രോൾ പമ്പ് നിർത്തി പോയിട്ട് പെട്രോൾ പമ്പ് അടച്ചിട്ടിട്ട് പിന്നെ പൂട്ടി പോയിട്ട് അതൊക്കെ കേട്ടിട്ടുണ്ടോ? അല്ല, അത് ഇവിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പെട്രോൾ പമ്പിന് ഒരു ബ്രോന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഇപ്പം ലോങ് ടേം കോണ്ടന്റ് വന്ന്, പിന്നെ അത് ലോങ് കോണ്ടന്റ് തന്നെ ആളുകൾ 2 minutes 3 minutesലേക്ക് കട്ട് ചെയ്തുകൊണ്ടുവന്ന് അവിടെ നിന്നാണ് മെല്ലെ ഷോർട്സ് വരുന്നത്, ടിക്ടോക്കിന്റെ ഒരു കടന്നുവരോടുകൂടി. പിന്നെ ഇനിയിപ്പോ ശരിക്കും അടുത്തൊരു ട്രെൻഡ് എന്താണെന്നുള്ളത് പ്രവചിക്കാൻ പറ്റുമോ? ഇനി എന്ത് ചേഞ്ച് ആണ് ശരിക്കും വരാൻ പോകുന്നത്? ഇപ്പൊ ഇതിനൊരു ഇത് പറയുകയാണെങ്കിൽ, യൂട്യൂബ് എന്ന് പറഞ്ഞ ലോങ് ഫോം വീഡിയോസിന്റെ ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. അപ്പം ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. അപ്പൊ ഇൻസ്റ്റാഗ്രാം ഇപ്പൊ റീൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആദ്യം 16 seconds ആയിരുന്നു, ഇപ്പൊ 90 seconds ആയി. അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അവർക്ക് ലോങ് ഫോമിലുള്ള IGTV വേർഷൻസ് ഉണ്ടെങ്കിലും അതിൽ വ്യൂസ് ഇല്ല, ആരും അതിൽ എക്സ്പ്ലോർ ചെയ്യാറില്ല. അപ്പൊ അവര് റീൽസിന്റെ ടൈമിംഗ് കൂട്ടി ഷോർട്സ് ആണെങ്കിൽ ലോങ് ഫോം മാക്സിമം 60 minutesലോട്ട് കൺവേർട്ട് ആയി. അപ്പൊ ഇനിയൊരു ഫ്യൂച്ചറിൽ എനിക്ക് തോന്നുന്നു ഷോർട്ട് ഫോം വീഡിയോസ് ഭയങ്കര ഒരു ട്രെൻഡ് എന്ന് മാത്രമല്ല, അതൊരു കൺസിസ്റ്റൻസി ആയിട്ട് കീപ്പ് ചെയ്യും. അതിന് റവന്യൂസ് കൂടുതൽ വരുമായിരിക്കാം, അതിലായിരിക്കണം. അല്ലാതെ ഇനി എനിക്ക് തോന്നുന്നില്ല ഇനി കട്ട് ഓൺ ചെയ്യും. നമുക്ക് പറഞ്ഞാൽ നമ്മളിപ്പോ ലോങ് ഫോം വീഡിയോ, നമ്മളിപ്പം ഒരു യൂട്യൂബ് ഹോം ഫീഡ് നമ്മൾ എടുക്കുക. ഇന്നിപ്പോ നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ 45 മിനിറ്റ്, അല്ലെങ്കിൽ വേറൊരു വീഡിയോ കരിക്കിന്റെ ഒരു 22 മിനിറ്റ് വീഡിയോ. അപ്പൊ നമുക്ക് അറിയാം, കാണുന്നുണ്ട് ഇത്രയും മിനിറ്റുള്ള വീഡിയോ ആണ്. അപ്പൊ ഇത്രയും മിനിറ്റ് വീഡിയോ എനിക്ക് ഇന്ന് കാണാനുണ്ടോ, അടുത്ത ഷെഡ്യൂളിന്റെ മുമ്പായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഷോർട്സ് ഫോമായിട്ടുള്ള റീൽസിന്റെ ഒരു എക്സ്പ്ലോറിൽ കയറുവാണെങ്കിൽ നമുക്ക് ടൈം അറിയാൻ പറ്റൂല. നമ്മളിപ്പം പറയും ഒരു മിനിറ്റിന് സാധനമല്ലേ ഉള്ളൂ, കണ്ടിട്ട് ഇറങ്ങി പോകാൻ. നമ്മൾ കണ്ട് നമ്മള് ഒരു മണിക്കൂർ കാണുന്ന ഒരു 60-70 വീഡിയോസ് നമുക്ക് ഒരു രീതിയിൽ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിപ്പോ അത് നമ്മളെ കില്ലിംഗ് ആണ്. പക്ഷേ നമ്മളൊരു ക്രിയേറ്റീവായിട്ട് നമുക്കൊരു നിൽക്കുമ്പോ നമുക്കത് നമ്മൾ ഈ ലൂപ്പിലോട്ട് പോവാണ്. നമുക്ക് ഒരു രീതിയിലും
ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ലൂപ്പിലോട്ടാണ്. നമുക്ക് അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ബാധിച്ചിട്ടുണ്ട്. ഒന്ന്, ആൾക്കാരുടെ നമുക്കൊരു മിനിറ്റ് ഫ്രീ കിട്ടിയാൽ നമ്മളിപ്പോ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ രണ്ടുപേരും സംസാരിക്കും, ഞാൻ പെട്ടെന്ന് സൈഡായി ഞാൻ പെട്ടെന്ന് ഇൻസ്റ്റയിൽ റീൽ കണ്ടോണ്ടിരിക്കും. ലൈവ് സ്ട്രീമിംഗ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടല്ലോ. ഇപ്പൊ നമ്മള് ഇപ്പൊ ഇൻസ്റ്റയിൽ ലൈവ് പോകുന്ന പരിപാടി, അതിനെന്തെങ്കിലും ഫ്യൂച്ചർ ബ്രോ കാണുന്നുണ്ടോ? അതിലേക്ക് കൂടുതൽ ആളുകൾ പോവാൻ, അല്ലെങ്കിൽ കൂടുതൽ ഓഡിയൻസ് അതിലേക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ടോ? തൊപ്പിയൊക്കെ ഒരു ലൈവ് സ്ട്രീമർ ആണ്. ഗെയിം യൂട്യൂബിലാണെങ്കിൽ അവൻ ലൈവ് സ്ട്രീമർ ആണ്. അവൻ മെയിൻ ആയിട്ട് ഇപ്പം ലോക്കോയിലാണെങ്കിൽ അവൻ ലൈവ് സ്ട്രീം ചെയ്തിട്ടാണ് അവൻ കൂടുതലും ആൾക്കാർ അവന്റെ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തത്. ആൾക്കാരുടെ അവരെങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെയാണ് ഇപ്പം. അതുപോലെ ഐഷോ സ്പീഡ് ആട്ടെ, അതൊക്കെ പിന്നെ ലൈവ് സ്ട്രീമേഴ്സ് ആണ്. ഈ ഗെയിമേഴ്സ് ഇവരെല്ലാവരും അവർക്ക് ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാം ലൈവ് സ്ട്രീമേഴ്സ് ആണ്. പക്ഷെ ഇത് ഗെയിമിംഗ് എന്നുള്ള ഒരു ഇൻഡസ്ട്രി വിട്ടിട്ട് എന്റർടൈൻമെന്റിലേക്കും ബാക്കിയുള്ള നിഷിലേക്കൊക്കെ വരാനുള്ള ഒരു സാധ്യത ഉണ്ടോ? ഇത് തോന്നുന്നില്ല. ലൈവ് സ്ട്രീമിന് അത്രയും ഇപ്പൊ ഉള്ള പോലെ ഒരു കോൺസ്റ്റൻസി ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. യൂട്യൂബ് ബിസിനസ് അല്ലാതെ വേറെ മൾട്ടിപ്പിൾ ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതിന്റെ ഒക്കെ ഒരു ഫ്യൂച്ചർ, അല്ലെങ്കിൽ ഒരു ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒരു നെക്സ്റ്റ് 5 year കൊണ്ട് ഈ ഒരു എങ്ങനെയാണ് കാണുന്നത്? നെക്സ്റ്റ് 5 year ആകുമ്പോൾ ഒരു പിക്ചർ വന്നിരിക്കും. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ലീഡ് ചെയ്യുന്ന എല്ലാ എന്റർടൈൻമെന്റ് ചാനൽസും എല്ലാവരും ടോപ്പ് എന്ന് പറയുന്നത് ഇത് ബെസ്റ്റ് ആയിട്ട് നിൽക്കണമെന്നുണ്ട്. നമുക്കത് ഭയങ്കര കോൺസ്റ്റന്റ് ആയിട്ട് പോകണം. നമുക്കതൊരു ഇപ്പോൾ ഒരു ബ്രാൻഡ് വാല്യൂ ഭയങ്കരമായിട്ട് ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ആ ബ്രാൻഡ് വാല്യൂലാണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. കാരണം അത് ഭയങ്കര ഒരു പോയിന്റ് ആണ്. നമുക്കൊരു ഇൻവെസ്റ്റർ വരുന്നുണ്ടെങ്കിൽ പോലും ബ്രാൻഡ് നെയിമിലാണ് കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത്. ഒരു ഇന്റർവ്യൂവിൽ കണ്ടിരുന്നു OTT എന്തോ പ്ലാൻ ഉണ്ടെന്നൊക്കെ. OTTs ഒക്കെ പ്ലാനിലുള്ള കാര്യം തന്നെയാണ്. കാരണം OTTക്ക് കാരണം നമ്മളിപ്പം ലാസ്റ്റ് ഇയർ നെറ്റ്ഫ്ലിക്സ് ഒക്കെ പോലെയുള്ള അതൊക്കെ നമ്മളെ കൊണ്ട് ആക്സസിബിൾ ആണ്. എങ്ങനെ ആക്സസിബിൾ ചെയ്യാൻ പൈസകളൊക്കെ എന്തും ചെയ്യാൻ പറ്റും. അതിന്റെ പ്രൊസീജിയറും കാര്യങ്ങളും എങ്ങനെയൊക്കെ ആയിരിക്കും ബ്രോ അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അത് ഇപ്പൊ നമ്മളിപ്പോ ലാസ്റ്റ് ഇയറിൽ ഒരു സർവേ എടുത്തപ്പം സോഷ്യൽ മീഡിയ യൂസേഴ്സിനെക്കാട്ടും യൂസേഴ്സ് ഉള്ളത് OTT പ്ലാറ്റ്ഫോംസിനുണ്ട്. അതിനെക്കാട്ടും ഉണ്ട് ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമാണ്. ലൈക്ക് ഇ-കോമേഴ്സിലുള്ള വെബ്സൈറ്റ്സ് എന്നുവെച്ചാൽ യൂസേഴ്സിനെക്കാട്ടും റവന്യൂ സോഴ്സസ് ആണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ OTT വന്നിട്ടുള്ളത്. അപ്പൊ OTT പക്ഷെ ഭയങ്കര റിസ്ക് ആണ്. ഒരു മന്ത് സെർവർ ചാർജ് തന്നെ ലാക്സ് ആണ്. പക്ഷെ അത് ആദ്യം അങ്ങനെ ഒരു റിസ്ക് എടുത്തോണ്ടാണ് ഇപ്പൊ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ ഇപ്പോൾ വന്നത്. അതുപോലെ അടുത്തൊരു ഷാൽവി മീന എന്ന് പറഞ്ഞ ആളുടെ അടുത്തൊരു സ്റ്റെപ്പ് ആയിരിക്കും ശരിക്കും ഒരു OTT നമുക്ക് പെട്ടെന്ന് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവം എന്ന് എനിക്ക് പറയാം. നമ്മളത് ഇപ്പം ചെയ്യാനെങ്കിൽ ചെയ്യാം. നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് കണ്ട് നമുക്ക്, പക്ഷെ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്തിട്ട് മാർക്കറ്റ് മനസ്സിലാക്കിയിട്ടാണ് നമുക്കത് ചെയ്യുന്നത് നല്ലതെന്ന് തോന്നുന്നു. കാരണം ഒരു യൂട്യൂബ് ചാനൽ ഞാൻ അന്ന് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് അത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ല. എനിക്ക് ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് അതെല്ലാം എനിക്ക് ഞാൻ ഇവിടുന്ന് റവന്യൂ ജനറേറ്റ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു OTT എന്ന് പറഞ്ഞാൽ എങ്ങനെ പോലും ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ബിലോ ഒരു 3 to 5% വേണം. നമ്മൾ ഓരോ ഫിലിംസ് ഒക്കെ നമ്മളതിൽ റൺ ചെയ്യണമെങ്കിൽ നമ്മൾ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വേണം. അപ്പൊ ബ്രോയിന്റെ ഡ്രീം പോലെ തന്നെ ആ ഒരു OTT പ്ലാറ്റ്ഫോം ഒക്കെ ബിൽഡ് ചെയ്യാന്നുള്ള ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഹായ്, ഹോപ്പ് യു ഓൾ എൻജോയ് ടുഡേസ് പോഡ്കാസ്റ്റ്. ഓരോ പോഡ്കാസ്റ്റ് കഴിയുമ്പോഴും നിങ്ങളുടെ ഫിനാൻസ് ജേണിയെ ശക്തിപ്പെടുത്താനുള്ള കൂടുതൽ എന്തെങ്കിലും ഇൻസൈറ്റ്സ് നൽകാൻ കഴിയുന്നുണ്ട് എന്ന് തന്നെ ഞങ്ങൾ വിചാരിക്കുന്നു. സ്വന്തമായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ആളുകൾ, ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾ, വിദ്യാർത്ഥികൾ, ഇൻഫർമേഷൻ സീക്കേഴ്സ് തുടങ്ങി ഒരുപാട് പേർക്ക് അറിയേണ്ടതും പഠിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ സംസാരിക്കാറുള്ളത്. സോ ഇഫ് യു ഫൗണ്ട് എനി വാല്യൂ ഇൻ ടുഡേസ് എപ്പിസോഡ്, കൺസിഡർ റിവ്യൂയിങ് അവർ പോഡ്കാസ്റ്റ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ കൂടുതൽ ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കുന്നതാണ്. സോ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം അടുത്തത് നമ്മൾ ആരെയാണ് ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവരേണ്ടതെന്നും നിങ്ങൾക്ക് നിർദ്ദേശിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.